അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? ഒരു പവർ പാക്ഡ് ഷോ ആയിരിക്കും ഇത്, സെഷൻ ആയിരിക്കും. ഒന്ന് കൈയടിച്ചോ നന്നായിട്ട്. അടിപൊളി. ഞാനൊന്ന് പാടി തുടങ്ങാം. ഓക്കെ, പാടട്ടെ? ഞാൻ ഇൻട്രോ സെറ്റ് ചെയ്ത് വന്നേക്കുക. ഏ ബനാനെ ഒരു പൂ തരാമോ? അങ്ങനെ പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം തന്ന ടീമാണ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. ടീം വെൽക്കം. അടിപൊളി അടിപൊളി. ശരിക്കും വിപിൻ ചേട്ടാ മൈക്ക് എടുത്തു കൊടുത്തില്ല അല്ലേ? എല്ലാവരും ഓരോ വാഴ വെച്ചെടുത്തോ. വിപിൻ ചേട്ടാ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ ഇൻഡസ്ട്രിയിൽ ഒരു വാഴ കൃഷി തന്നെ സ്റ്റാർട്ട് ചെയ്തു. അത് വൻ സക്സസ് ആയി. വാഴ 1, ഇപ്പോൾ വാഴ 2. ശരിക്കും ഈ കൃഷി സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെയായിരുന്നു? ആ മൈൻഡ്, ആ ഒരു സമയത്തെ കഥ, ആ കാര്യം ഒന്ന് പറഞ്ഞു തരാമോ? നമുക്ക് ആ എക്സ്പീരിയൻസ് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഈ കൃഷി എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് സിനിമയിൽ പ്ലാൻ ചെയ്തത്? അല്ല, ഞാൻ ഈ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് 2017-18 ടൈമിലാണ്. ആ ടൈമിൽ എനിക്ക് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എഴുതി തുടങ്ങിയതാണ്. ഒരു 2-3 ഡ്രാഫ്റ്റ് പോയി. ലാസ്റ്റ് അത് എൻ്റെ ആദ്യത്തെ ആഗ്രഹം കരിക്കിനെ വെച്ച് ചെയ്യണമായിരുന്നു. അന്ന് കുറച്ച് കഴിഞ്ഞിട്ട് കരിക്ക് വന്നല്ലോ. കരിക്ക് വന്നപ്പോൾ കരിക്കിൽ 5 പേര് എന്നുള്ള മൂഡിലാണ് ഞാൻ എഴുതിക്കൊണ്ടിരുന്നത് ഒരു സമയത്ത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ടീം വെച്ചിട്ട് ഞങ്ങൾ നോക്കി. ഇപ്പോൾ കരിക്കൊന്നും സിനിമ ചെയ്യുന്നോ ഒന്നും അറിയില്ല, പക്ഷെ അതാണ് ഐഡിയ ആദ്യം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു സ്റ്റേജിൽ ആ സിനിമ നടക്കാതെ വന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ജയജയൊക്കെ കഴിഞ്ഞു. ഒരു 5-6 വർഷം കഴിഞ്ഞ് വന്നപ്പോൾ ഒരു സ്പേസ് കിട്ടി. അപ്പോൾ ഞാൻ വെച്ച് ഞങ്ങൾ സുഹൃത്തുക്കളെല്ലാം കൂടി ചേർന്ന് സിനിമ ചെയ്യാം എന്നൊരു പ്ലാനായി. അപ്പോൾ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിലെ ഹാരിസ് ദേശം, ആദർശ്, അമൽ ഡിസ്ട്രിബ്യൂട്ടർ ജയജയുടെ, ഞങ്ങളെല്ലാവരും കൂടെ കൂടിയപ്പോൾ എന്നാൽ നമുക്കൊരു പടം ചെയ്യാം, എന്നാൽ പുതിയ ആൾക്കാരെ വെച്ച് ചെയ്യാം. അന്ന് ഗുരുവായൂരിൽ രാജുവിനൊരു ഇഞ്ചുറി പറ്റി. അപ്പോൾ അത് രാജുവിൻ്റെ ലൈഫിൽ കുറേ ബുദ്ധിമുട്ടുണ്ടായ ഒരു സമയമാണ്. അപ്പം ആ സമയം നമുക്ക് നല്ല സമയമായിരുന്നു. അപ്പോൾ ആ ഗ്യാപ്പിൽ നമ്മൾ ഷൂട്ട് തുടങ്ങി. അപ്പോൾ പഴയ സ്ക്രിപ്റ്റ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ആനന്ദ് മേനോൻ ഡയറക്റ്റ് ചെയ്തു. ഞങ്ങൾ വാഴയുടെ തന്നെ ബി ടീം, ഡയറക്ഷൻ ടീമായാലും ക്യാമറ ടീമാണെങ്കിലും, ഗുരുവായൂരിൻ്റെ സെക്കൻഡ് യൂണിറ്റ് ക്യാമറമാനായി, മെയിൻ ക്യാമറമാനായി, അങ്ങനെ ഫുൾ ഗുരുവായൂരിൻ്റെ ബി ടീം എന്നുള്ള ലെവലിൽ നമ്മൾ ഒരു സൈഡിൽ കൂടെ ഷൂട്ട് തുടങ്ങി. 10 ദിവസം വെച്ച് ഷൂട്ട് ചെയ്ത് അതങ്ങനെ പോയി. അതൊരു സ്പേസിൽ എൻഡ് ചെയ്തു. സിനിമ റിലീസ് ഹിറ്റടിച്ചപ്പോൾ വാഴ 1, വാഴ 2 എന്നൊക്കെ ഒരു അങ്ങോട്ട് എത്തുന്നൊക്കെ ലാസ്റ്റ് സ്റ്റേജിലാണ്. അപ്പം ഞങ്ങൾ ഫസ്റ്റ് ഡ്രാഫ്റ്റിൽ തന്നെ ഓൾമോസ്റ്റ് 3-3.5 മണിക്കൂറുണ്ട്. അപ്പം അതിൽ കുറേ നമ്മൾ ഷൂട്ട് ചെയ്ത്, കുറേ ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പം ഞങ്ങൾക്ക് തോന്നി അത് ഒരു മണിക്കൂറോടെ എഴുതിയാൽ നമുക്കൊരു സിനിമ കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം തന്നെ ലാസ്റ്റ് ഈ പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജിലാണ് നമ്മൾ തീരുമാനിക്കുന്നത് വാഴ 2 ചെയ്യാമെന്ന്. അപ്പം ഹാഷറിൻ ടീമൊക്കെ ആ സിനിമയിൽ ആദ്യം വന്നതിൽ നിന്നും വളരെ വലിയ മാറ്റങ്ങളിലോട്ടൊക്കെ, എൻ്റെ 1 വർഷത്തെ പ്രോസസ്സാണ് വാഴ ആ സമയത്ത്. അപ്പോൾ അവർ വന്നപ്പം അവർക്ക് ഭയങ്കര ഒരു പേടി, കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഈ ബേസിലുള്ള സീനൊക്കെ എടുക്കുന്നത് ഏറ്റവും ലാസ്റ്റാണ്. അപ്പോൾ അപ്പോഴത്തേക്കൊക്കെ അവർക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി. അവർ പെർഫോം ചെയ്ത് തുടങ്ങി, അവർക്ക് ഡയലോഗ് കാര്യമായിട്ട് കൊടുക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്കും എന്നാൽ പിന്നെ അവരെ വെച്ചിട്ട് വാഴ 2 ചെയ്യാമെന്നുള്ളൊരു മൈൻഡ് സെറ്റിലോട്ടെത്തി. പിന്നെ അതിങ്ങനെ ഒരു പ്രോസസ്സിൽ എത്തിയതാണല്ലോ. നമ്മളിത് വാഴ 1 ഉണ്ടാക്കണം, 2 ഉണ്ടാക്കണം, ഇതൊരു യൂണിവേഴ്സിറ്റി ക്രിയേറ്റ് ചെയ്യണം, അങ്ങനത്തെ ഒരു പ്ലാൻ ഒന്നും ഇൻസ്റ്റേജിൽ ഒരിടത്തും ഉണ്ടായിരുന്നില്ല. പക്ഷെ ചേട്ടൻ്റെ ഈ വാഴയിലിടുന്ന വളം, കൃഷിയിലിടുന്ന വളങ്ങളൊക്കെ വൻ നല്ല സൂപ്പർ വളങ്ങളാണ് ശരിക്കും. ഇപ്പം തന്നെ ഈ ടീം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു വളം വൻ സക്സസ് ആണ് സോഷ്യൽ മീഡിയയിൽ. അത് ചേട്ടൻ തന്നെ സ്വന്തമായിട്ട് അത് സെലക്ട് ചെയ്യുന്നതാണോ? നമ്മൾ ഈ സിനിമയിൽ നിൽക്കുന്ന ഈ 4 പേര്, അതുപോലെ കഴിഞ്ഞ സിനിമയിൽ 5 പേര്, അങ്ങനെ നമ്മൾ കാണുന്നുള്ളൂ. പക്ഷേ എനിക്ക് വാഴയിൽ വർക്ക് ചെയ്ത എല്ലാവരും പ്രിയപ്പെട്ടവരാണ്. അപ്പം എല്ലാ ടെക്നീഷ്യൻസും, അതായത് ഇത് ശരിക്കും നമ്മൾ തുടങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ ഇത് കാശുണ്ടാക്കാൻ ഒരു സിനിമയല്ല, ഇത് എൻ്റെ കൂടെ നിൽക്കുന്ന ADസിനോ അല്ലെങ്കിൽ അസോസിയേറ്റിന്, അല്ലെങ്കിൽ അസോസിയേറ്റ് ക്യാമറമാന്, മ്യൂസീഷ്യൻസിന്. ഞാൻ അങ്കിത്തോട്ട് മ്യൂസിക് ചെയ്യുമ്പോൾ അതിനകത്ത് ഓരോ സെഷനും വർക്കുന്ന ഓരോ മ്യൂസീഷ്യൻസാണ്. അപ്പോൾ ഓരോരുത്തരുടെ നല്ല പോസിറ്റീവും നെഗറ്റീവും ഒക്കെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പം ഞാൻ ഓരോരുത്തരും ഓരോ പാട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പം 6 മ്യൂസീഷ്യൻസ് വന്നു, പുതിയ ക്യാമറ വന്നു, ഒരു ഡയറക്ടർ വന്നു, പിന്നെ ഈ പറഞ്ഞ പാട്ട് എഴുതാൻ ആൾക്കാർ വന്നു, റാപ്പേഴ്സ് വന്നു. അതിൻ്റെ ഏറ്റവും മുകളിൽ നിങ്ങളെ ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്ന 5 നടന്മാർ വന്നു. അപ്പോൾ എനിക്ക് തോന്നുന്ന അതിനകത്ത് സൈഡ് ക്യാരക്ടേഴ്സായിട്ടുള്ള ആൾക്കാരും സപ്പോർട്ടിങ് ആക്ടേഴ്സ് വന്നു. വാഴ 1 ഇവരും സപ്പോർട്ടിങ് ആക്ടേഴ്സ് ആയിരുന്നല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു 10-40 പേരുണ്ട്. അപ്പോൾ അത് നമ്മൾ 5 പേരേക്കും ചിലപ്പോൾ അത് നോട്ട് ചെയ്തിട്ടുള്ളൂ. ഇതിലതുപോലെ തന്നെയാണ് ഈ 4 പേരാണ് നമ്മുടെ പില്ലേഴ്സ്, മെയിൻ വാഴയുള്ള 4 പേരാണ്. പക്ഷെ അതിൻ്റെ കൂടെ വളമായിട്ടുള്ളത് എനിക്ക് കൂടെ ഉള്ള ടെക്നീഷ്യൻസും പുതിയ ആക്ടേഴ്സും, ഈ പറഞ്ഞ നമ്മുടെ ദേവരാജുണ്ട്, സാബിറുണ്ട്,
ശബരിയുണ്ട്. അപ്പം അങ്ങനെ കുറേ വേറെ കുറേ ആൾക്കാരുണ്ട്. ഹുസൈർ എന്നൊരു പുതിയ പയ്യനുണ്ട്. അപ്പം അങ്ങനെ കുറേ ആൾക്കാർ നമ്മൾ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഓരോ സെഷനിലും ഓരോ പുതിയ ആൾക്കാർ വരട്ടെ എന്നുള്ള ഒരൊറ്റ ഉദ്യമമാണ് നമ്മളിതിനകത്ത് കണ്ടിട്ടുള്ളത്. പൈസ അല്ല മുന്നിൽ കണ്ടിട്ടുള്ളത്. പൈസ വേണ്ട എന്ന് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. പക്ഷേ ഏറ്റവും കൂടുതൽ കാശ് കിട്ടി ഈ പടത്തിനാണ്. ആണോ? അതെ, നല്ല മേടിച്ചു എല്ലാവരും. ഇവർ വാങ്ങിച്ചെന്നല്ല, എനിക്ക് വാഴയിൽ ഫസ്റ്റ് നമ്മൾ പൈസ വേണ്ട, നമുക്കതിനകത്ത് ഇത്രയും പേര് ഇൻഡിപെൻഡൻ്റ് ആവട്ടെ എന്ന് വെച്ച് സിനിമ ആ കാശ് പോകുമെന്ന് തന്നെ ഞാൻ വിചാരിച്ചു. ഒരു 80% പോയാലും കുഴപ്പമില്ല, കാര്യം ആരും ഇല്ലല്ലോ ഇനിഷ്യലി വരാനൊന്നും. പക്ഷേ ഏറ്റവും കൂടുതൽ കാശ് എനിക്ക് കിട്ടിയതും ഞങ്ങളുടെ കൂടെ എല്ലാവർക്കും കിട്ടിയതും എല്ലാവരുടെ കടവും തീർന്നതും ഒക്കെ നമ്മൾ ഈ വാഴയിലാണ്. അപ്പം ആ കിട്ടിയ കാശ് അതുപോലെ തന്നെ നമ്മൾ ലാഭവും ചേർത്ത് വാഴ ടൂരിട്ടിട്ടുണ്ട്. ഇത് വിജയിച്ചാലേ ഇനി അടുത്ത പാർട്ടിലുണ്ടോ നമ്മൾ തീരുമാനിക്കുകയുള്ളൂ. ഇനി നമുക്ക് നിങ്ങൾ കാത്തിരുന്ന നിമിഷത്തിലേക്ക് പോവാം. യെസ്, 4 ഹെൽത്തി കുട്ടന്മാരാണ് നമ്മളോടൊപ്പം ഉള്ളത്. തുടിക്ക നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. ആ ബ്ലാക്ക് ക്ലാസ്സിനൊക്കെ നീ വെൽ പ്രിപ്പയർഡ് അല്ലേ? സെറ്റല്ലേ? ജിമ്മിൽ പോയൊന്ന്? ഓക്കെ ശരി. ഹാഷൻ്റെ ആ തുടക്കകാലവും ഇപ്പം ഈ ഒരു മൊമെൻ്റ് ഇല്ലേ, ഈ ഒരു കാലം ഭയങ്കര ഡിഫറൻസ് ആണ് സംഭവിച്ചിരിക്കുന്നത്. പ്രതീക്ഷിച്ചിരുന്നോ ഇങ്ങനെയൊക്കെ സംഭവിക്കും? സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ റീൽ എടുത്ത് തുടങ്ങിയത്, നിങ്ങളുടെ ടീം മൊത്തം അങ്ങനെയാണോ? എന്താണ്? സിനിമയ്ക്ക് വേണ്ടിയല്ല ആദ്യം എടുത്തത്. ആദ്യം നമ്മൾ കൂടിയെന്ന് നോർമലി എടുത്തു. പിന്നെ പല പല അഭിപ്രായങ്ങൾ വന്നു. അപ്പോൾ അത് ആൾക്കാർക്കാണ് ഇഷ്ടപ്പെടുന്നു എന്ന് അറിഞ്ഞപ്പം വീണ്ടും എടുത്തു. അങ്ങനെ അത് എടുത്ത് പിന്നെ ഇവിടം വരെ എത്തി. നിങ്ങളുടെ ഈ റീൽസ് ഇൻസ്റ്റാഗ്രാമിന് മുന്നേ ഒരു കാലം ഉണ്ടായിരുന്നു നിങ്ങൾക്ക്. ആ കാലത്തെ പറ്റിയിട്ട് അറിയാൻ നമുക്ക് ആഗ്രഹമുണ്ട്. കൊച്ചി രാജാവിലെ ദിലീപേണ്ണ മുന്നേ ഒരു കാലം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഈ റീല് വരും മുന്നേ ഹാഷർ എവിടെയായിരുന്നു തിളങ്ങിക്കൊണ്ടിരുന്നത്? ടിക്ടോക്കിലാണോ അതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഈ ഒരുവിധം ഈ ട്രെൻഡായിട്ട് വരുന്ന എല്ലാത്തിലും ഞാൻ കയറുമായിരുന്നു. അതായത് ടിക്ടോക്ക്, പിന്നെ ക്ലബ് ഹൗസ്, പിന്നെ ഹൗസിൽ സ്വന്തമായിട്ട് റൂമൊക്കെ ഒരുക്കി സെഷൻസ് നടത്തുമായിരുന്നോ? ഇല്ല അങ്ങനെ മറ്റേ വേറെ ഏതെങ്കിലും സെഷൻസിൻ്റെ ഇടയിൽ തലയിടും, അത്രേ ഉള്ളൂ? അതെ. നൈസ്. ടീക്കറായിട്ട് ആൾക്കാർ പ്രതീക്ഷിച്ചോണ്ടിരിക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ. ടിക്ടോക്ക് മതി, അത് നേരത്തെ പറഞ്ഞു. ഓക്കെ, അലൻകുട്ടൻ്റെ ഒരു റീലല്ല ടിക്ടോക്ക് കണ്ടിട്ടുണ്ട് പണ്ട്. അഭിനയമല്ല, നന്നായിട്ട് പാട്ട് പാടും. പാട്ട് കേൾക്കണോ? എൻ്റെ പാട്ട് കേൾക്കണ്ടല്ലേ? അലൻ്റെ കേട്ടോ. അലനെ മൈക്ക് മനപ്പുറം ഓഫ് ചെയ്തേ. ഹലോ, ക്ലാപ്പ് പ്ലീസ്. ആദ്യം തന്നെ എല്ലാവർക്കും ഒരു നമസ്കാരം. പിന്നെ മാതൃഭൂമിക്ക് ഒരു നന്ദി, ഇങ്ങനെ ഒരു വലിയ വേദിയിൽ ഞങ്ങളെ ക്ഷണിച്ചതിനും. ഒരുപാട് കലാകാരന്മാർ പങ്കിട്ടൊരു വേദിയിലേക്ക് വന്ന് ഇവിടെ ഇരിക്കാനും നിങ്ങളോട് സംസാരിക്കാനും കഴിഞ്ഞതിലൊരു സന്തോഷമുണ്ട്. ഇതുവരെ പഠിച്ചോളൂ. താങ്ക് യു മാഹി മച്ചാൻ. ഇങ്ങനൊരു കംപ്ലീറ്റ് തീർന്നില്ല. ഇന്നലെ രാത്രി 8:30 അപ്പം ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങൾ ഇത്രയും പേരുടെ ഇടയിൽ ഇങ്ങനെ സംസാരിക്കാൻ പറ്റിയത്. അപ്പം ചോദ്യം എന്തായാലും മറ്റേ ഇത് കഴിഞ്ഞ സെഷനിൽ ഇതേപോലെ ഒരാൾ മറന്ന്. ആ ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വന്ന വഴി, അതായത് ഈ റീൽസിന് മുന്നേ കാലം. റീൽസിന് മുന്നേ ഞാൻ ടിക്ടോക്ക്, മ്യൂസിക്കലി, ഡബ് സ്മാഷ് ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. ഇതിന് മുമ്പേ ക്ലബ് ഹൗസ്, അങ്ങനെ ഒരുപാട് പരിപാടിയിലൂടെയാണ് റീൽസിലെത്തിയത്. ഇതിനൊക്കെ മുന്നേ ഞാൻ തന്നെ സ്വന്തമായിട്ട് തുടങ്ങിയ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. വേറൊരു മൊബൈലിൽ പാട്ടിട്ടിട്ട് ഫ്രണ്ട് ക്യാമറ ഓണാക്കിയിട്ട് ഞാൻ പാടുമായിരുന്നു. അതിനുശേഷമാണ് ഡബ് സ്മാഷ്, മ്യൂസിക്കലി, ടിക്ടോക്കൊക്കെ വന്നത്. അങ്ങനെയാണ് എൻ്റെ ഒരു തുടക്കം. ഒരിക്കലും സിനിമയ്ക്ക് വേണ്ടി ചെയ്തതല്ല, എനിക്ക് എന്തെങ്കിലും ഉണ്ടോന്ന് ആൾക്കാരെ അറിയിക്കാൻ വേണ്ടി ചെയ്തതാണ്. അന്നൊന്നും കയ്യടി കിട്ടിയില്ല. റീൽസ് ചെയ്ത് തുടങ്ങിയപ്പോൾ ഭയങ്കര കയ്യടിയാ, ആൾക്കാരൊക്കെ ഭയങ്കര കണ്ടില്ലേ, ഭയങ്കര കയ്യടിയാ. അതുപോലെ തന്നെ ആ പാട്ട് അന്ന് ഭയങ്കര ഹിറ്റായ ടിക്ടോക്കിൽ ഒരു 2 വരി ഞാൻ പാടിയില്ലേ? അത് ആദ്യം പാടിയ പാട്ട് ഞാൻ ഓൺ വോയിസിലാണ് ഒരു പാട്ട് പാടിയത്. അപ്പോൾ എന്തേ കണ്ണൻ എത്ര കറുപ്പ് നിറമെന്നാണ് പാടിയത്. അത്ര ലൈനെ പാടിയുള്ളൂ, അതിനുശേഷം പാടിയില്ല. ഓക്കെ. അടുത്ത ആള്. താങ്ക് യു. വിനായകൻ. അത് എല്ലാത്തിലും ഉണ്ടല്ലേ? താങ്ക്സ്. വിനായക. അടിപൊളി. വിനായക, എങ്ങനെയായിരുന്നു ഇവരെ പരിചയപ്പെടുന്നതും? പണ്ട് തൊട്ടേ അറിയാവുന്നവരാണോ?
എങ്ങനെയാണ്? അല്ല, അതിനൊരു ഇതുണ്ട്, ഞാനാണ് ഇവരെ പരിചയപ്പെടുന്നത്. ആണോ? ആ ഓ, നിങ്ങള് ഇപ്പൊ ഇവർ മൂന്നുപേരും ഒരുമിച്ചാ പഠിച്ചല്ലേ? അതെങ്ങനെയായിരുന്നു കഥ? അല്ല, ആക്ച്വലി ഇവര് മൂന്നുപേരും ഒരു സ്കൂൾ മേറ്റ്സ് ആയിരുന്നു. ഹാഷിർ, വിനായകൻ, വിനായക്, അജിൻ. പിന്നെ ഞാൻ ആഷിറിന്റെ കൂട്ടുകാരനൊക്കെ ആയിട്ട് പിന്നെ ഞങ്ങൾ പരിചയപ്പെട്ടാണ്. ഞങ്ങൾ പറഞ്ഞില്ലേ ക്ലബ് അപ്പൊ ഹൗസിന്റെ ചിലപ്പോ ആ കാര്യം, പാട്ട് കണ്ട് ഇഷ്ടപ്പെട്ട അങ്ങനെ. കൊറോണ സമയത്ത് ക്ലബ് ഹൗസ് വൈറലായ സമയമായിരുന്നു. ഓ. അപ്പോഴത്തേക്കും അങ്ങനെ ഓരോ ഫ്രണ്ട്സിനെ കിട്ടി. പിന്നെ അതിൽ കൂടെ പോയി അങ്ങനെ അങ്ങനെ അല്ല, നേരത്തെ അറിയാം, പക്ഷെ കൂടുതൽ കണക്ഷൻ സംസാരിക്കുന്നത് അതിൽ കൂടെ ആയിരുന്നു. എന്തുകൊണ്ട് അലനെ ചൂസ് ചെയ്യാം കൂട്ടുകാരന്മാരുടെ ഇടയിൽ? ഇങ്ങനെ അതായത് അലന് നല്ല താല്പര്യം ഉണ്ടായിരുന്നു. അതായത് ഈ ഒരു കാര്യത്തിലേക്ക് വരുമ്പം അതേന്ന് പറഞ്ഞ് നിൽക്കാൻ ഒരു മനസ്സ് വേണം. അപ്പം അലനായിട്ട് ഞാൻ നല്ല കൂട്ടായില്ല, എന്നാലും എനിക്കറിയായിരുന്നു ഇവനിങ്ങനെ വീഡിയോ ചെയ്യാൻ നല്ല താല്പര്യം ഉണ്ടെന്ന്. അപ്പം ഞാൻ ഒരു ആവശ്യത്തിന് വിളിക്കുമ്പം ഇറങ്ങി വരാൻ മനസ്സുള്ളവനെ കൊണ്ടുവരാൻ പറ്റൂ. അപ്പം അതുകൊണ്ടാണ് എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ ആദ്യം ഇവരല്ലായിരുന്നു, വേറെ കൂട്ടുകാരായിരുന്നു. ഓക്കെ. അപ്പം പക്ഷേ ഇത് ചെയ്യാൻ താല്പര്യം ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഒരുമിച്ച. അതുകൊണ്ട് ആ ഒരു നല്ല കൂട്ടും നല്ലപോലെ വീഡിയോ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയാവാം. പിന്നെ താല്പര്യം ഉള്ളതുകൊണ്ട് നമ്മൾ ഒരുമിച്ചു, പിന്നെ അതിലൂടെ അടിപൊളിയായി. കുട്ടാ, ഓ ഹാപ്പി അല്ലേ? പിന്നെ ഹെൽത്തി കുട്ടനല്ലേ? അതെ. എങ്ങനെയാണ് ഇതിന് മുന്നേ പഴയ കാലം വല്ലതും ഉണ്ടായിരുന്നോ നിങ്ങൾക്ക്? പഴയകാലം ഞാൻ എൻ്റെ നാട്ടിലെ കുറച്ച് സുഹൃത്തുക്കളുമായിട്ട്. ഇത് തന്നെയല്ലേ എല്ലാവർക്കും പരിപാടി? അതെ, അതെ. ഇത് ഏതാ നാട്? കൊള്ളാലോ സംഭവം. വർക്കല ടീംസ് വല്ലതും ഉണ്ടോ? ആ, നൈസ്. എണീറ്റല്ലേ? ടീമിൽ ചേർക്കില്ല, 4 പേരേ ഉള്ളൂ. വർക്കലയിലാണ്. ഈ വർക്കലയിൽ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. ഷസാം വർക്കലയാണ്, വർക്കലക്കാരനാണ്, പലർക്കും അറിയില്ല. ഷസാം ഇവിടെ നിന്ന് വിട്ട് കൊച്ചിയിലോട്ട് പോയതാ. പിന്നെ സെലക്സ്. വർക്കലയിൽ ഇൻഫ്ലുവൻസേഴ്സ് ഭയങ്കര കൂടുതലാണ്, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അത് കൂടുതലാണ്. വർക്കലയിലെ ഇൻഫ്ലുവൻസ് വർക്കാവും ശരിക്കും സിനിമയിലും റീൽസിലും അല്ലേ? അതെ. അല്ല, വർക്കല, അതായത് വർക്കലയാണ് മൊത്തം. എനിക്ക് തോന്നുന്നു 100-150 മില്യൺ അവിടെ ഉണ്ട് മൊത്തത്തിൽ. ഞാൻ അവിടെ വല്ലതും ഇതായിരുന്നു, അതാണ് പ്രശ്നം. വർക്കല അങ്ങനെ വർക്കല്ല. ഓക്കെ. ക്യാമറ അജിനെ. അജിനെ ഇന്നലെ എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ സംസാരിച്ച ചുമതള്ള. പക്ഷേ അജിൻ ഇവിടെ വന്നപ്പോൾ ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടോ? ഇല്ല, ടെൻഷൻ ഒന്നുമില്ല. ഓക്കെ അല്ലേ? എന്നാ സംസാരിക്കും. ക്യാമറ ഓഫ് ആകുമ്പോഴും ഈ ക്യാമറ ഓൺ ആകുമ്പോൾ, ക്യാമറ ഓൺ ആകുമ്പോൾ നിങ്ങളുടെ ടീം വേറെ ലെവലാണ്. അതായത് അതിലെ കണ്ടന്റ്. ഓഫ് ആകുമ്പോഴും നിങ്ങൾ ഇങ്ങനെയാണോ? ഓഫ് ആകുമ്പം നമ്മൾ ഇങ്ങനെയല്ല. ഇങ്ങനെ തന്നെയാണ്? അല്ല, ഇങ്ങനെയല്ല. പിന്നെ ഭയങ്കര, അതായത് പടാ എന്ന് പറഞ്ഞിട്ട് അങ്ങ് കളഞ്ഞിട്ട് പോകും. അല്ലല്ല, നമ്മൾ ശരിക്കും ഞാനും ആശ്രമം എന്ന് പറയുന്നത് 1990 ക്ലാസ് തൊട്ട് ഒരുമിച്ച് പഠിക്കുക. അപ്പം യവൻ ആ സമയത്ത് ഞാനും യവനും ഫസ്റ്റ് ടിക്ടോക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ യവൻ എന്തൊക്കെ ചെയ്യുന്നു അതെല്ലാം ഞാനും ചെയ്യും. യവൻ അടിപൊളി, സൂപ്പർ. അതല്ല, അല്ല, അത് അവരങ്ങ് എടുത്തു, അവർക്ക് ഇഷ്ടമാണ്. അപ്പം യവൻ അത് കഴിഞ്ഞിട്ട് +1 കയറിയപ്പോഴത്തേക്ക് ആരെയും നോക്കരുത്, എന്നെ മാത്രം നോക്കിയാൽ. അതായത് അജിൻ എന്ന് പറയുന്നത്, അജി ഇങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ ഇരിക്കും, എന്നിട്ട് ഞാൻ എന്തൊക്കെ ചെയ്യും അജി ഇങ്ങനെ ചെയ്യും. പെട്ടെന്ന് ചെയ്യൂല, ഞാൻ മനസ്സിലാക്കുന്നു വെച്ച് ഒരാഴ്ച കഴിഞ്ഞിട്ട് പയ്യെ അതങ്ങ് ചെയ്യും. ഞാനിപ്പം യൂണിഫോമൊക്കെ ഷോർട്ട് അടിച്ചുകൊണ്ട് വരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ അജി ഇങ്ങനെ ദൂരെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഇങ്ങനെ പയ്യെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞ് അജിനും പയ്യെ ഷോട്ടങ്ങ് അടിക്കും. അങ്ങനെ അജിൻ ഒരിക്കൽ ഞാൻ റീലിലേക്ക് എത്തി. സ്വാഭാവികമായിട്ടും അജിൻ ഒരാഴ്ച പയ്യെ റീലിട്ട് തുടങ്ങി. അങ്ങനെ ഞാൻ പയ്യെ അതിൽ നിന്ന് മാറി. എനിക്ക് മനസ്സിലായി ഇനി പാട്ട് പാടുന്നത് കൊട്ട് കിട്ടും എന്ന് പറയുമ്പോൾ ഞാൻ പയ്യെ വേറൊരു മേഖലയിലേക്ക് അങ്ങ് തിരിഞ്ഞു. അതായത് പാട്ട് പോണ വഴി വേറെ, ഞാൻ പാടുന്ന വഴി വേറെ. അപ്പോൾ എനിക്ക് മനസ്സിലായി അത് ഭയങ്കര പാടാണെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു നോർമലി സംസാരിക്കുന്ന വീഡിയോ ചെയ്യാമെന്ന്. പക്ഷേ അജിൻ അവിടെ ഭയങ്കര സ്വയം തീരുമാനമെടുത്തു. അജിൻ പാട്ട് പാടുന്ന വീഡിയോ തന്നെ അങ്ങ് നിന്നു. അങ്ങനെ ഞാൻ കണ്ടന്റ് വീഡിയോയിലേക്ക് വന്നപ്പം ഇത് ഒരാഴ്ചയല്ല, ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് അജിൻ പയ്യെ വന്നു. അജിനും പയ്യെ കോമഡി വീഡിയോ ചെയ്ത് തുടങ്ങി. അതായത് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഫസ്റ്റ് ഞാൻ വിനായനെയാണ് വിളിച്ചത്. അപ്പം ഞാനും വിനായക് വേറൊരു നാട്ടിൽ വേറെ പയ്യന്മാരുമായിട്ടൊക്കെ ആ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് വേറെ ടീം ഉണ്ടായിരുന്നു അല്ലേ നാട്ടിൻപുറത്ത് പയ്യൻ. ആ വീഡിയോസ് ഒന്നും സക്സസ് അല്ല, അതൊന്നും ആരും കാണുന്നില്ല. അവര് ബ്ലോക്കും ചെയ്തേക്കാ ഫ്രണ്ട്സ്, സംസാരമല്ലേ ഇപ്പം? ഇല്ല. അപ്പം ഞാൻ അങ്ങനെ ഫസ്റ്റ് വിനായകനെ വിളിച്ച്. അതിന് മുന്നേ ഞാനും അവനെ ടിക്ടോക്ക് ഒക്കെ ചെയ്യുമായിരുന്നു. പിന്നെ കോളേജ് നമ്മൾ ഒരുമിച്ച് പഠിക്കാത്തതുകൊണ്ട് നമ്മൾ കുറച്ചൊന്ന് മാറിപ്പോയി. കാരണം കോളേജിൽ എനിക്ക് അഡ്മിഷൻ കിട്ടിയില്ല അവൻ്റെ കോളേജിൽ. അങ്ങനെ പിന്നെ ഞാൻ വിനായകനെ വിളിച്ച് വീഡിയോ ചെയ്യാൻ. അപ്പോൾ വീഡിയോ ചെയ്യാൻ വിളിച്ചപ്പോഴത്തേക്ക് ഫസ്റ്റ് വിനായക് വന്ന്. വിനായക് ചോദ്യം മാറിപ്പോയി. ചോദ്യം എന്തായാലും നിങ്ങളെ എങ്ങനെ വന്നു ഇവിടെ? എങ്ങനെ വന്നേ? നമ്മളിപ്പോൾ കോളേജിൽ ഞാനിനി നമ്മൾ ഒരുമിച്ചായിരുന്നു.
ഒരുമിച്ച് നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞ്. ശരിക്കും ചേട്ടാ ഇപ്പൊ സംസാരിച്ച നമുക്ക് ഒരു ഐഡിയ കിട്ടി, സമ്മതിക്കണം ചേട്ടനെ. ബിബിൻ ചേട്ടാ എങ്ങനെ ഇത് കുറച്ച് പാടുപെടേണ്ടി വന്നോ, അല്ലെങ്കിൽ ഇവർക്ക് ആക്ടിങ് ക്ലാസ് അങ്ങനെ വല്ലതും ആക്ടിങ് ക്ലാസ് കൊടുക്കേണ്ട? കാരണം റീലിലൊക്കെ അടിപൊളിയായിട്ട് അഭിനയിക്കുന്ന ഒരു ഓഡിഷൻ ഇല്ലാതെ ഡയറക്റ്റാണ് ഇവരെ സിനിമയിലേക്ക് വിളിച്ചതും. എങ്ങനെയായിരുന്നു നിങ്ങളെ കണ്ടുമുട്ടല്? എനിക്ക് തോന്നുന്നു സംസമിലൊക്കെ ഇരുന്ന് എന്തോ സംസാരിച്ചിട്ടുണ്ട്. ആശുർ പറയാൻ എൻ്റെ അടുത്ത് വെച്ചാണ് ഞാൻ ബിബിൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ബിബിൻ ചേട്ടൻ പാസ് അടിച്ചു. അതാണ് ഞാൻ. ഓക്കെ, ഒരിക്കൽ ഞാനിങ്ങനെ റീല് ചെയ്തിട്ട് ഇങ്ങനെ കുറച്ച് ഇത് നിന്നപ്പം ഇങ്ങനെ വിപിൻ ചേട്ടൻ ഇടയ്ക്ക് വീഡിയോ കണ്ടിട്ട് ചിരിക്കാൻ കമൻറ്റൊക്കെ ഇടും. അപ്പോൾ എനിക്കറിയാം ആൾ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യ സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഒരാൾ ഇങ്ങനെ ഇത് കാണുന്നുണ്ട്, നമ്മളെ ഇങ്ങനെ അറിയാമെന്ന് വരുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. അപ്പോൾ ആൾക്ക് ഞാൻ ഇങ്ങനെ മെസ്സേജ് ഹായ് ചേട്ടാ, അപ്പം വീഡിയോ കാണാറുണ്ട്, സൂപ്പറാണെന്നൊക്കെ പറഞ്ഞു. ഓക്കെ അത്രേ പറഞ്ഞോളൂ. അപ്പോൾ ഒരിക്കൽ ചേട്ടൻ തിരുവനന്തപുരത്ത് വന്നെന്നുള്ളൊരു മെൻഷൻ അങ്ങനെ എന്തോ മെൻഷൻ ചെയ്തിട്ടു. അപ്പോൾ ഞാൻ ചേട്ടാ ഹായ്. ചേട്ടൻ പറഞ്ഞു എടാ എവിടെയുണ്ട്? അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ അവിടെ വീട്ടിലുണ്ട്. നീ ഫ്രീ ആണേ ഇറങ്ങ്, നമുക്ക് കാണാം. ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോൾ മൈൻഡിൽ ഉറപ്പിച്ചോ ഇതൊരു വിളി, സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള വിളിയാണെന്ന്? ഇല്ല, ഞാൻ ആദ്യം ഒന്ന് കണ്ട് സംസാരിക്കണം. ആദ്യമേ സിനിമയെന്ന് അത്ര അറിയാലോ, അതുകൊണ്ട് ഞാൻ ചേട്ടനെ കാണാൻ സംസാരിക്കാം. എന്തായാലും നമുക്ക് ഞാൻ ഈ ചെയ്യുന്ന മേഖലയിൽ നിൽക്കുന്ന കമ്പനി എനിക്ക് ഉപയോഗമുള്ളതാണ്. എനിക്കറിയാവുന്ന അങ്ങനെയുള്ള ആൾക്കാരെ കാണുമ്പോഴും, അതായത് ചേട്ടൻ ആ സമയം ജയൊക്കെ ചെയ്ത് അപ്പം അങ്ങനെയൊക്കെ അറിയാവുന്ന, എനിക്ക് അത്രയും അറിയാവുന്ന ഒരു വ്യക്തി ചേട്ടനായിരുന്നു. അപ്പോഴേ ചേട്ടനെ മെസ്സേജ് അയച്ചു, സംസാരിച്ചു. അങ്ങനെ സംസമിൽ വെച്ചാണ് നമ്മൾ കാണുന്നത്. അവിടെ വെച്ച് ഞാനും വിനായകും ഉണ്ടായിരുന്നു. അന്ന് ഞാൻ പോവായിരുന്നേന്ന് പനി പിടിച്ചു പോയി. കാര്യമായിട്ട് ഞാൻ പോവായിരുന്നേന്ന്. ഞാനും അന്ന് പോവാൻ ഇരുന്നതാണ്, പക്ഷെ പനി പിടിച്ചു പോയി. ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും അജിൻ വന്നു. അതെ, അതുകൊണ്ട് ഞാനും നീ പോണ കണ്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞ് ബിബിൻ ചേട്ടനെ കാണാമോ അല്ലാതെ പോയത്. ഹലോ ചേട്ടാ. ആദ്യം ആശുർ പോയി എങ്ങനെയാണ് നോക്കട്ടെ, അത് കഴിഞ്ഞിട്ട് അങ്ങനെ എല്ലാം. അല്ല അങ്ങനെ ഇത് വേറെ രീതി കണ്ടല്ലേ, ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാനും സംസാരിക്കാൻ. ബിബിൻ എന്താ പറഞ്ഞത്? ബിബിൻ ചേട്ടൻ എന്താ സംസാരിച്ചത്? നമ്മൾ ആദ്യം സിനിമയെ പറ്റിയൊന്നുമില്ല സംസാരിച്ച, നോർമലി ഒക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചു, ഇതിനൊക്കെ പറ്റി സംസാരിച്ചിട്ട് പിന്നെ അതിനെപ്പറ്റി സംസാരിച്ചു. അതായത് എനിക്കൊന്ന് 2 മണിക്കൂർ 3 മണിക്കൂർ അടുപ്പിച്ച് സംസാരിച്ചു. തന്നെ അത്ര സംസാരിച്ച് കാര്യം അത്ര നേരം സംസാരിച്ചു. അതെ. ഓക്കെ, ശരിക്കും ഒരു കഥയൊക്കെ പറയാൻ എത്ര നേരം എടുക്കും ചേട്ടാ? ഇതേപോലെ അല്ല ഒരു സിനിമ കഥ അല്ല, ഞാൻ അവരുടെ അടുത്ത് കഥയൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഇവരെ മീറ്റ് ചെയ്തിട്ട് കുറച്ച് നേരം സംസാരിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർ 2-3 സിനിമയ്ക്കൊക്കെ ട്രൈ ചെയ്തു. ഇവർ ആഗ്രഹം വന്നിട്ട് ഇവർ എവിടെയൊക്കെ പോയി, പക്ഷേ ഇവർക്ക് പേടിയായിട്ട് ഇവർ തിരിച്ചു പോകും എന്നൊക്കെ പറഞ്ഞു. ഇവർക്ക് ടീം സെറ്റ് അല്ലെങ്കിൽ ഇവർ പോകില്ല. ഇവർ ഈ 4 പേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടാണ് വീഡിയോ എടുക്കുന്നത്. 5ാമത്തെ ഒരാളെ കണ്ട ഇവർ പിന്നെ നാണിക്കും. അപ്പം ഇവർക്ക് സിനിമയിൽ വരണമെന്നുണ്ട്, പക്ഷേ ഇതെങ്ങനെ ചെയ്യണമെന്ന് ഇവർ കൺഫ്യൂഷൻസ് ആണ്. ഞാൻ വിചാരിച്ചു ഇവരോട് കുറച്ച് നേരം സംസാരിച്ച് ചില്ലി തമാശയൊക്കെ പറഞ്ഞിരിക്കുന്നത്, പക്ഷേ ഇവർ കൺഫ്യൂസ്ഡ് ആണ് ഇവർ മൊത്തത്തിൽ. അപ്പം ഞാൻ പറയും നമ്മളിങ്ങനെ ഒരു വാഴാൻ സിനിമ തുടങ്ങുന്നുണ്ട്, നിങ്ങൾ രണ്ടാമത്തെ മീറ്റിലുണ്ടല്ലേ, ഞാൻ 2-3 മീറ്റിംഗ് കണ്ടപ്പോൾ ഞാൻ പറയും നിങ്ങൾ വെറുതെ വന്ന് നിൽക്ക്, പുറകിലൊക്കെ നിൽക്ക്, എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്ക്, കംഫർട്ടബിൾ ആണെങ്കിൽ നമുക്ക് അടുത്ത ഡയലോഗോ അല്ലെങ്കിൽ അടുത്ത എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ഡേ മുതൽ ഇവരെ വിളിച്ചു വരുത്തി. ഇവർ വന്നിരുന്നു, ഷൂട്ടിങ് കാണാൻ തുടങ്ങി. ഷൂട്ടിൽ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഇവർ അഭിനയിച്ച് തുടങ്ങി ചെറുതായിട്ട്. അപ്പോൾ എനിക്കൊന്ന് അലനാണെന്ന് തോന്നുന്നു. ക്യാമറമാൻ്റെ അടുത്ത് ചോദിച്ചു ചേട്ടൻ എന്ത് ജോലി എന്നൊക്കെ ചോദിച്ചല്ലേ, ക്യാമറ ചെയ്തിട്ട് അല്ലേ അല്ലല്ലേ ചോദിച്ചത്. ക്യാമറമാനോട് ചോദിച്ചു ചേട്ടൻ എന്താ ജോലി? അപ്പോൾ ഞാൻ ക്യാമറ അല്ല ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളും ക്യാമറ ഒക്കെ ചെയ്യുന്നുണ്ട്, ഇത് കഴിഞ്ഞിട്ട് എന്താ പരിപാടി? ഞാൻ 10 വർഷമായടാ എന്ന് പറയുന്ന പോലത്തെ ഒരു ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇവരുടെ സൈഡിൽ. ഇവർക്ക് ഇത്രയും പേര് കാണുമ്പോൾ ഇവർ കൺഫ്യൂസ്ഡ് ആയിരുന്നു ബേസിക്കലി. പക്ഷേ ആ ടീമുമായിട്ട് ഇവർ സെറ്റായി, ഡയറക്ടറും അസോസിയേറ്റ്സ് ബോയ്സ് എല്ലാവരുമായിട്ട് ഇവർ സെറ്റായി. അപ്പോൾ ഇവർ ഒരു ഡയലോഗ് കൊടുക്കും, 2 ഡയലോഗ് കൊടുക്കും. അപ്പോൾ ഞാൻ ആ സ്പോട്ടിലുണ്ടെങ്കിൽ ചില ഡയലോഗ് എഴുതിയിട്ട് അപ്പോഴേ കൊടുക്കും അവർക്ക്. ഇല്ലെങ്കിൽ ഞാൻ ഇവരുടെ അടുത്ത് പറയും നിങ്ങൾ എന്തെങ്കിലും പ്ലേ ഉണ്ടാക്കുക ബാക്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞു സാധനങ്ങളൊക്കെയാണ് ആദ്യം എടുത്തത്. ഡയലോഗ്സ് ഒന്നും ഉണ്ടായില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓരോ സെഷനിൽ ഇവർ ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ രസമുണ്ടായി ആ സാധനങ്ങളൊക്കെ. ഇപ്പോൾ ഈ പറഞ്ഞ ജ്യൂസ് താഴെ വയ്ക്കുന്നതൊക്കെ നമ്മളന്ന് 2nd ഡേയോ 3rd ഡേ ഒന്നും ഷൂട്ട് ചെയ്തു. അപ്പോൾ കുറച്ചുണ്ട് രസമുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ സെഷനിൽ ഇത് കയറുന്നു. ബേസിക് സ്ക്രിപ്റ്റിൽ ഇവരില്ല, അങ്ങനെ ക്യാരക്ടേഴ്സേ ഇല്ല. അപ്പോൾ അങ്ങനെ വന്ന് കുറച്ച് സീനുകൾ വന്നു. പിന്നെ ഈ ഇവർ തമ്മിലുള്ള സീൻ വന്നാൽ ബേസിലുള്ള സീൻ വരുന്നത് ലാസ്റ്റാണ്. അപ്പോൾ അപ്പോഴത്തേക്കും ആ സീനിൽ ഇവർ ആഡ് ചെയ്യാന്ന് വെച്ചിട്ടാണ് പുറകിൽ നിന്ന് വന്ന് ബേസിലിൽ പിടിക്കുന്ന സാധനം വെച്ചിട്ട് അത് ആഡ് ചെയ്തതാണ്. അപ്പോൾ അത് പിന്നെ സ്റ്റേഷനിൽ വന്നപ്പോഴും ഹാഷറിനെയും തുടങ്ങാം. അപ്പോൾ ഹാഷറിന് ആ ഡയലോഗ് കൊടുത്ത് കരഞ്ഞു തുടങ്ങുമ്പോൾ ഹാഷർ കരഞ്ഞു തുടങ്ങി. അപ്പം ആ പേടിയൊന്നുമില്ല, ആള് മാറി. കാര്യം എല്ലാവരും കംഫർട്ടബിൾ ആണ്, എല്ലാവരും അറിയാം, എല്ലാവരോടും പോയി സംസാരിക്കാൻ പറ്റും. അപ്പം അതിലവർ ഓക്കെ ആയപ്പോഴാണിത് ഇവരും അത് പറഞ്ഞല്ലോ, ഇവരെ വിളിച്ച് ഇവർ തന്നെ മുന്നോട്ട് പറഞ്ഞു. നമുക്ക് വീട്ടിൽ പോയി വിളിക്കാനല്ലേ പറ്റുള്ളൂ, ഇവർ അത് തീരുമാനിച്ചിറങ്ങണം. അപ്പോൾ അത് കുറേ ആയപ്പോൾ സെറ്റായി. പിന്നെ ഈ ട്രെയിലറും സാധനമൊക്കെ വന്നപ്പം ഭയങ്കര ഹിറ്റായി.
അപ്പോൾ എല്ലാവരും വന്ന് ഹാഷറ ടീം എന്ന് കമൻറ്റ് ചെയ്യുമ്പോൾ നമ്മളെല്ലാം പാനിക്ക് ചെയ്യും. ഇവരെ കാണാനാണ് സിനിമയ്ക്ക് വരുന്നത്. സിനിമയിൽ ഇവർ കുറച്ചല്ലേ ഉള്ളൂ. എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട് ആ കോളേജിൽ ചെന്നപ്പോൾ ഉള്ള ഒരു വൈബ്. അതെ, അതൊക്കെ ലാസ്റ്റാണ്. ട്രെയിലർ റിലീസ് ചെയ്തിട്ട് ഭയങ്കര ബഹളം വന്നപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പുണ്ട് എല്ലാം, വാഴയുടെ എല്ലാവരും, പഴയതും പുതിയതും എല്ലാവരും കൂടെ ഉള്ള ഒരു ഗ്രൂപ്പാണ്. ഞാൻ ഈ തെണ്ടികളെ കാരണം ഉറങ്ങാൻ പറ്റുന്നില്ലല്ലോ, യുവന്മാർക്ക് വേണ്ടിയിട്ടാണ് എല്ലാവരും വിളിക്കുന്നത്, യുവന്മാർ വെച്ച് പടം ചെയ്യാം സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞിട്ട്. എവിടെ ആഷർ എന്ന് വെച്ചപ്പോൾ ആഷർ ഞങ്ങളുണ്ട്, എന്നാ കാണാമെന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ ഒരാഴ്ചയിൽ നമ്മൾ ടൈലൻഡ് ഷൂട്ട് ചെയ്തു. ഒരാഴ്ച, പക്ഷെ സിനിമ ഇറങ്ങാൻ 2 ആഴ്ച മുമ്പെന്തോ അല്ലേ? അതെ, എനിക്കൊന്ന് ഹാഷ് തന്നെ എല്ലാം സെറ്റ് ചെയ്തെന്ന് തോന്നുന്നു അല്ലടാ. യൂട്യൂബിലൊക്കെ ഈ കമന്റ്സ് ഒക്കെ PR ഒക്കെ സെറ്റ് ചെയ്ത് അല്ല, എന്തായാലും ആ ഒരു ഓളം വന്നപ്പോൾ നമുക്ക് തോന്നി നമുക്ക് എന്തെങ്കിലും കഥകളുണ്ട്, വാഴ എന്തായാലും സെക്കൻഡ് പാർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട്. അപ്പം ഇവരെ പെർഫോം ചെയ്യുന്നുണ്ട്, ഇവരെ നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, ഇവർ ചെയ്യുന്ന ചെറിയ ചെറിയ എലിമെൻറ്റുകളൊക്കെ ഭയങ്കര രസമുണ്ട്. അപ്പം ഇവരെ വെച്ച് ചെയ്യാമെന്നുള്ള ഒരു ബേസിക് കഥയില്ലെങ്കിലും സാധനങ്ങളെ കൊണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ സാധനം പെട്ടെന്ന് പടം ഇറങ്ങാൻ 2 ആഴ്ച മുമ്പാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ഷൂട്ട് ചെയ്ത് അതിൻ്റെ ഒരു ടാഗ് ലൈനൊക്കെ വെച്ചിട്ട് നമ്മൾ എൻഡിൽ പ്ലേസ് ചെയ്തിട്ടാണ് സെൻസറിന് വിടുന്നത്. അപ്പോൾ അത്രയും പെട്ടെന്ന് ചെയ്ത് ഇവരുടെ പെർഫോമൻസിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് കണ്ടിട്ടാണ് നമ്മളത് കോൺഫിഡൻസ് ആയിട്ട് ഇറങ്ങുന്നത്. അല്ലാതെ നമ്മൾ ഇവർ ചെയ്യും എന്ന് വിചാരിച്ചിട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇവർ ആ പെർഫോമൻസ് നന്നായിട്ട് ഡെലിവർ ചെയ്തു. ആ കാണും പറയാം, ഫസ്റ്റ് ഷോട്ടിൽ ഇവർ വന്ന് നിന്നതും ലാസ്റ്റ് ആ ടൈലൻഡിൽ ഇവരുടെ പെർഫോമൻസും ഭയങ്കര വ്യത്യാസമാണ്, ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഇമ്പ്രൂവ് ചെയ്ത് വരുന്ന രീതി ഇപ്പോൾ വാഴ 2-ലും ഉണ്ട്. ഇപ്പം ഞാൻ ഇവരെ റീൽ കണ്ടന്റ് ചെയ്യുന്നവരായിട്ട് കാണുന്നില്ല, ഇവർ ഞാൻ ആക്ടേഴ്സായിട്ടാണ് കാണുന്നത്. ഇവരുടെ പെർഫോമൻസ് അത്രയും കൃത്യമായിട്ട് ഡെലിവർ ചെയ്യാൻ പറ്റിയവർക്ക്. അപ്പം അവരുടെ കഴിവുകൾ അവരിനെ തേച്ച് മിനക്കി അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് ഒരു പ്രവർത്തിച്ചപ്പോൾ ഉണ്ടായ റിസൾട്ട് നമുക്ക് ഭയങ്കര ഇമോഷണലായി ആ സീനെ കാണുമ്പം. അതിപ്പോൾ ഓരോരുത്തരും 4 പേരും ഒരുപോലെ പെർഫോം ചെയ്യുന്ന ഒരു സ്പേസിലോട്ടൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര ഗൂസ് ബംസ് വരും. നമ്മൾ ചെയ്തൊക്കെ വളരെ കൃത്യമായിട്ട് വന്നിട്ടുണ്ടോ എന്നൊരു സമാധാന സന്തോഷം അതിനകത്ത് ഉണ്ടാവുന്നുണ്ട്. ഈ കൊളാബൊക്കെ ചെയ്യുമ്പോൾ നമ്മളെല്ലാം ഇൻഫ്ലുവൻസേഴ്സ് ടീം എല്ലാവരും കൊളാബൊക്കെ വരാറുണ്ട് പല കമ്പനീസിൽ നിന്നൊക്കെ. അപ്പോൾ അത്യാവശ്യം നല്ല പേയ്മെൻ്റ് ഒക്കെ കിട്ടും, നല്ല റീച്ച് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും. ഞാൻ അറിയുന്ന എൻ്റെ സുഹൃത്ത് വരെ ഒരു റീലിന് 3.5 ലക്ഷം രൂപയൊക്കെ മേടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഒരു റീലിന്. ശരിക്കും അങ്ങനെ കാശ് സമ്പാദിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഒരു സിനിമയിലേക്ക് കോൾ വരുന്നു, അതിലേക്ക് ചേരുന്നു. എൻ്റെ റെമ്യൂണറേഷനൊക്കെ നിങ്ങൾക്കൊക്കെ എല്ലാം ഓക്കെ ആയിരുന്നു? എങ്ങനെയായിരുന്നു ഒരു കൊളാബിന് മേടിക്കുന്ന പേയ്മെൻറ്റ് പോലെയൊക്കെ? അതായത് ഇപ്പോൾ റീലിൽ കിട്ടുകയാണക്കല്ല ഒരു സിനിമ വേറൊരു മേഖലയാണ്. അപ്പോൾ അവിടെ നമ്മൾ ചില സമയങ്ങളിൽ പണത്തിന് വാല്യൂ കൊടുക്കണം, ചിലത് പടത്തിന് വാല്യൂ കൊടുക്കണം. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ നോക്കി കണ്ട് കൊടുക്കുക. ഇപ്പോൾ ചില പടങ്ങൾ എനിക്കാണ് ഉപയോഗമാണെങ്കിൽ പൈസ കുറച്ച് ചവിട്ടിയാലും കുഴപ്പമില്ല. മറ്റേന്ന് വെച്ചാൽ എനിക്ക് വലിയ ഇതില്ലേലും ഒരു 50-50 ആണെങ്കിൽ പണത്തിന് കൊടുക്കുക. അങ്ങനെ ഓരോന്നും നോക്കി. ഇതെങ്ങനെയായിരുന്നു വർക്കായത്? അപ്പോൾ വാഴ 2 ചവിട്ടിയോ? അല്ല, അതെന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ ഈ മേഖലയിലേക്ക് എത്തണം, മനസ്സിലായില്ലേ? അപ്പം പൈസ എങ്ങനെയാണെങ്കിലും ഞാൻ പടമാണ് എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്, മനസ്സിലായില്ലേ? അപ്പം അതിലൂടെ അടുത്ത സ്റ്റെപ്പിലേക്ക്. ശരിക്കും ഏപ്രിൽ 2 ഈ വരുന്ന നമ്മൾ ആരും മറക്കില്ല, ഏപ്രിൽ 2-ാം തീയതി. കാരണം ദൃശ്യം 3 ഇറങ്ങാൻ പോവാണ്, ലാലേട്ടൻ്റെ പടം. അതിൻ്റെ കൂടെ ഒപ്പത്തിനൊപ്പം വാഴ 2. എൻ്റെ മോനെ സമ്മതിക്കണം, അത് ഷുവർ ഹിറ്റ് അങ്ങനത്തെ ഒരു സാധനം ആയതുകൊണ്ടാണ് ഇറക്കുന്നത്. ചേട്ടാ എന്താ എത്ര ധൈര്യം ആക്ച്വലി ലാലേട്ടൻ്റെ കൂടെ ഒന്ന് കോമ്പറ്റീഷൻ വെച്ച് നമ്മുടെ പിള്ളേരൊന്ന് ഇപ്പം അങ്ങനെ ചെയ്യുമ്പോൾ കുറേ സാധനങ്ങളുണ്ട്, അതിലേക്ക് വരാം. പക്ഷെ അതെങ്ങനെ ഇത്രയും ധൈര്യം എങ്ങനെയായിരുന്നു ആക്ച്വലി ഷുവർ ഹിറ്റ്? ഈ ഫെബ്രുവരിയിൽ ഇറക്കണം എന്നാണ് നമ്മുടെ പ്ലാൻ ഉണ്ടായിരുന്നത്. വർക്ക് കഴിഞ്ഞില്ല. മാർച്ച് 19 പെരുന്നാൾ മുതൽ വെക്കേഷൻ തീർന്നവരെ ഒരു ലോഡ് സിനിമകളുണ്ട്. ദൃശ്യം, പാട്രിയോട്ട്, പള്ളിച്ചട്ടമ്പി, ആട് 3, അതിരടി, കാട്ടാളൻ, മോളിവുഡ് ടൈംസ്, എനിക്കൊന്നൊരു 10ഓളം സിനിമകളുണ്ട്. ഈ സിനിമകളുടെ ഇടയിൽ വാഴ സർവൈവ് ചെയ്ത് നോക്കിയപ്പോൾ ലാലേട്ടൻ്റെ കൈപിടിച്ച് പോകുന്നതാണ് ബെസ്റ്റ് എന്ന് തോന്നി. ലാലേട്ടൻ കൊണ്ടുപോയിക്കോളും. ലാലേട്ടനൊരു 200 കോടി അടിച്ചാൽ അതിൻ്റെ 4-1 നമുക്ക് കിട്ടിയാൽ മതി, നമ്മൾ സേഫാണ്. അപ്പോൾ ലാലേട്ടൻ്റെ പടത്തിൻ്റെ അവിടെ ഒരു പ്രത്യേകത, ലാലേട്ടൻ്റെ പടം ഭയങ്കര ഹിറ്റാണെങ്കിൽ അത് നിറഞ്ഞ് കവിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പുറത്തെ തിയേറ്ററിലും കൂടെ കുറച്ച് ആൾക്കാർ കയറും. അപ്പം പിന്നെ ജിത്തു ചേട്ടൻ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമ എങ്ങനെയാണെന്ന് എനിക്കറിയാം. അത് വളരെ ഡിഫറെൻറ്റ് ജോണറാണ്, നമ്മൾ വേറൊരു ജോണറാണ്. ഈ 3 ആഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചത്തേക്ക് പെട്ടെന്ന് വേറെ സിനിമകളൊന്നും കയറി വരില്ല. കാര്യം ലാലേട്ടൻ അവിടെ നെഞ്ചി വിരിച്ച് നിൽക്കുമ്പോൾ വേറെ ആരും വരില്ല. അപ്പോൾ ലാലേട്ടൻ്റെ സൈഡിൽ നമ്മൾ ആനയുടെ കൂടെ സൈഡിൽ കൂടെ നമ്മൾ ഒരാട് പോകുന്നു എന്നുള്ള ഫീലിലാണ് ഞങ്ങൾ വന്നത്. അത് കറക്റ്റ് സ്ട്രാറ്റജി ആയിരുന്നു. പക്ഷേ ഡിസ്ട്രിബ്യൂട്ടർ പറഞ്ഞത് ഒരു 25 ലക്ഷം രൂപ പ്രൊമോഷൻ ലാഭിച്ചിട്ടുണ്ട്, കാര്യം പിള്ളേരെല്ലാം ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പം അത് പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. നമ്മളിപ്പോൾ വിചാരിച്ചത് ലാലേട്ടനോടെ പോവുക, ലാലേട്ടൻ കൊണ്ടുപോകുമ്പോൾ നമ്മളും കൂടെ പോവുക.
അതിൽ നമ്മൾ ഒരു ചോദ്യമില്ല, ക്ലാസിക് സിനിമയുടെ കൂടെയാണ് നമ്മൾ പോകുന്നത്. നമ്മൾ മത്സരിക്കുന്നു എന്ന് തോന്നുമ്പോഴാണ് നമുക്ക് ഈ ടെൻഷൻ വരുന്നത്. എനിക്ക് മത്സരമല്ല തോന്നുന്നത്, ഞങ്ങൾ അവരെ ലാലേട്ടൻ്റെ കൂടെ കൈപിടിച്ച് പോകുന്നു, അതും പുതിയ 4 പേര് എന്നൊരു ഫീലാണ് ഞങ്ങളത് അനൗൺസ് ചെയ്തത്. ശരിക്കും ഹാഷിറെ, ഇങ്ങനെ ഒരു അനൗൺസ്മെന്റ് വന്നപ്പോൾ ദൃശ്യം 3-ഉം വാഴ 2-ഉം ഒരുമിച്ച് ഇറങ്ങുന്നു എന്ന് പറഞ്ഞപ്പം കുറേ പേര് താഴെയൊക്കെ വന്ന് കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു, എന്ത് ധൈര്യം ഇരിക്കുന്നത് ലാലേട്ടൻ്റെ കൂടെയൊക്കെ വന്നിട്ട് പടത്തിൽ ഈ ഒരു സിനിമ അനൗൺസ് ചെയ്യാൻ, അങ്ങനെയൊക്കെ കുറെ കമന്റ്സ് ഒക്കെ അല്ല, അതിലെനിക്കൊരു ഇതുണ്ട്. എനിക്ക് ഏറ്റവും ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഫാൻസ് മോഹൻലാൽ ഫാൻസാണ്. അവരുടെ ലാലേട്ടൻ്റെ പടം വിജയിച്ചാൽ പിന്നെ അവർ മറ്റവരും തിരിഞ്ഞു നോക്കില്ല. കാര്യം അവർക്ക് പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല, ഡിഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അവർ ജോലി ചെയ്തിട്ട് പോകും. അപ്പം നമ്മൾ ലാലേട്ടൻ്റെ പടം ഹിറ്റായ പിന്നെ അതിനകത്ത് എന്ത് ചെയ്തിട്ടും കാര്യമില്ലല്ലോ. അപ്പം അവരും കോമ്പറ്റീഷനേ അല്ല. അപ്പം ലാലേട്ടൻ ഫാൻസ് ആണെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യും. അപ്പം നമുക്ക് ആ പേടിയുണ്ടായില്ല. അതിപ്പം എനിക്ക് ആദ്യത്തെ ഒരു ദിവസത്തെ ഒരു പെട്ടെന്നൊരു ടെൻഷൻ എനിക്ക് തോന്നിയുള്ളൂ. 2ാം ദിവസം മുതൽ അവരെന്നെ പറഞ്ഞിട്ട് പിള്ളേരും വരട്ടെ എന്നുള്ള കമൻസ് ആണ് ലാലേട്ടൻ ഫാൻസിൻ്റെ നമുക്ക് കിട്ടിയത്. അപ്പോൾ പിന്നെ നമുക്കതൊരു ധൈര്യമായിട്ട് തന്നെയാണ് തോന്നുന്നത് ഇപ്പോൾ. ഓക്കെ, ശരിക്കും നമ്മളെല്ലാവരുടെയും ആഗ്രഹമാണ് ഒരു 10 പേരെങ്കിലും അറിയണം എന്ന് പറയുന്ന ഒരു സംഭവത്തിലാണ് നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്ത് തുടങ്ങുന്നത്. ഒരു 10 പേര് അറിയണം എന്ന് പറയുന്നത്. ഇപ്പം കോടിക്കണക്കിന് ആൾക്കാർ, ലക്ഷക്കണക്കിന് ആൾക്കാർ നിങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ശരിക്കും ഈ ഫാൻസ് അവരുണ്ടെങ്കിലേ നമ്മളുള്ളൂ. കാരണം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ ഇപ്പം ഈ ഒരു ക്രൗഡ് മൊത്തം നിങ്ങളെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്ന് നിൽക്കുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ഈ ഫാൻസ് പവർ ഭയങ്കര സംഭവമാണ്. അവർ ഒരുപാട് നമ്മളെ ഇറങ്ങുന്ന റീലുകൾ പല കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുന്നു. ഈ ചില സമയത്ത് ഈ ഫാൻസിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് കൂടിപ്പോകുന്നൊരു മൊമെൻറ്റ് എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ളൊരു മൊമെൻറ്റ്. ഞാൻ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ 2019, 2020 ആ ഒരു കാലഘട്ടത്തിൽ അത്യാവശ്യം കയറി വരുന്നൊരു ടൈം, ഒരു 3 ലക്ഷം 2 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട് എനിക്ക്. അപ്പോൾ ഞാൻ എൻ്റെ ബർത്ത്ഡേ അന്നാണ് എൻ്റെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് യൂട്യൂബ്. അങ്ങനെ ഞാൻ വീട്ടിൽ ഇരുന്നിട്ട് നിക്കർ മാത്രമേ ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് ഞാൻ പ്ലേ സ്റ്റേഷൻ കളിക്കായിരുന്നു എൻ്റെ റൂമിൽ ഇരുന്ന്. അപ്പോൾ പലരും ഈ റോഡിൻ്റെ സൈഡിലൊക്കെ വീഡിയോ ഒക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഈ സുജിത് ഭക്തൻ വന്നിട്ടുണ്ട്, അവരുടെ വീഡിയോ ഒക്കെ കണ്ട് എൻ്റെ വീട് കണ്ടുപിടിച്ച് ഞാൻ ഈ നിക്കർ വിട്ട് പ്ലേ സ്റ്റേഷൻ ഭയങ്കരമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ പെട്ടെന്നൊരു സർപ്രൈസ് ആയിട്ട് കഥക് തുറന്നു വന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ മച്ചാനെ എന്ന് പറഞ്ഞിട്ട് ഈ കേക്കും കൊണ്ട് 2 പയ്യന്മാർ വീഡിയോ എടുത്ത് വന്നിരിക്കുക. അപ്പം ഞാൻ നിക്കറിട്ടിക്കുക. ഞാൻ പെട്ടെന്ന് അവരുടെ മുഖത്ത് നോക്കി, സീരിയസ് ആയിട്ട് നടന്ന കാര്യം. അപ്പം ഞാനിങ്ങനെ നോക്കിയിട്ട് ബ്രോ ഞാൻ തുണിയില്ല. ഓ ഇല്ല അല്ലേ, ആ ഇല്ല, ഓക്കെ എന്ത് ചെയ്യണം, ഞാൻ ഒന്നുകൂടെ പുറത്തിറങ്ങിയിട്ട് ഒന്നുകൂടെ വന്ന് നോക്ക്, മാജിക് കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അവരെ ആട്ടി പുറത്തേക്കാൻ വേണ്ടി, കാരണം അവർ ഭയങ്കര സർപ്രൈസ് തരാൻ വേണ്ടി കേക്കും കയ്യിരിക്കുന്നു ബ്രോ. അവസാനം കഥ അടച്ചിട്ട് 5 മിനിറ്റ് കൊണ്ട് പാൻറ് എടുത്തിട്ട് ഷർട്ടും എടുത്തിട്ടിട്ട് വീണ്ടും പ്ലേ സ്റ്റേഷൻ കളിക്കുന്നത് തുറന്നു ഹാപ്പി ബർത്ത്ഡേ ബ്രോ. ഞാൻ വാട്ട് എ സർപ്രൈസ്, സൂപ്പർ എന്ന് പറഞ്ഞിട്ട് അവരുടെ മുന്നിൽ നിന്ന് കേക്കൊക്കെ കട്ട് ചെയ്തു. ശരിക്കും അങ്ങനെയും കുറേ ഫാൻസ് ഉണ്ട്. ഇങ്ങനെ കഥ പറയാണെങ്കിൽ ഇഷ്ടംപോലെ ഫാൻസിൻ്റെ കഥകളുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഭയങ്കര സർപ്രൈസ് തന്ന അങ്ങനത്തെ എന്തെങ്കിലും ഫാൻ സ്റ്റോറി വല്ലതും ഉണ്ടോ? വിനായകൻ്റെ ഫാൻ സ്റ്റോറി അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പറ, കേൾക്കണ്ട. നല്ല ഫാൻസ് ഇല്ല, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടായിട്ടുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ പടമൊക്കെ വരച്ച് ഒരുപാട് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. പടവും എൻ്റെ വീട്ടിൽ കയറി വന്നത് ഇല്ല, അങ്ങനെ ഉണ്ടായിട്ടില്ല, അങ്ങനെ ബുദ്ധിമുട്ടായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. എന്തു പറയാനുണ്ട്, കമോൺ. അല്ല, ഒരു മൊമെന്റ് ഷെയർ ചെയ്യാൻ തോന്നുന്നത് രസമുള്ള മൊമെന്റ് ആണ്. ഞാനും ആശിറും നമ്മൾ പുറത്തിങ്ങനെ നിന്നപ്പോഴത്തേക്കും നമ്മളുടെ ഇഷ്ടം കൊണ്ട് എല്ലാവരും സംസാരിക്കും, അത് ഭയങ്കര സന്തോഷമാണ്. അപ്പോഴത്തേക്കും നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അവർ നോർമൽ ഓരോ കാര്യങ്ങൾ, എന്നിട്ട് ഞാൻ വേറെ കാര്യത്തിൽ എന്തിലോ മുന്നോട്ട് പോയി. ഇവിടെ ആയിരുന്നു, ഇവിടെ ആണെന്ന് നമ്മളിങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പൊ സംസാരിച്ച് ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി ഞാൻ വേറെ എന്താ കാര്യത്തിൽ നിൽക്കുകയായിരുന്നു, ഫോണോ എന്ത്. അപ്പൊ ഈ ബീച്ച് സൈഡിലൊക്കെ മറ്റേ തറയിലെറിഞ്ഞ് പൊട്ടിക്കുമ്പോ ഒരു സൗണ്ട്, പൊട്ടാസ് പോലത്തെ സാധനം, നല്ല രസമാണ് അത്. അപ്പൊ അതിന്റെ സൗണ്ട് ഞാൻ കേൾക്കുന്ന സംസാരിക്കുന്ന, പിന്നെ നമ്മൾ ഓരോ കാര്യത്തിലായി. അപ്പൊ അതിലൊരു ബ്രോ അത് ഇങ്ങനെ എടുത്തിട്ട് എന്റെ ഇവിടെ എടുത്ത് എറിഞ്ഞു തന്നു. എവിടെ? എന്റെ ചെവിയുടെ ബാക്കിൽ നിന്ന് പൊട്ടിയത്. അവരിത് പൊട്ടിയപ്പോഴാണ് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് പുള്ളിക്ക് അത് ഒരു സന്തോഷം എങ്ങനെ ഉണ്ടെന്ന്. അപ്പൊ ഞാൻ ചെവി, എനിക്കാണെങ്കിൽ ഇത് കിട്ടിയതിന്റെ ഇതിൽ മുഴങ്ങി നിൽക്കുന്നത്. എനിക്ക് ഒരിക്കലും ആ ബ്രോയുടെ ദേഷ്യമൊന്നുമില്ല കേട്ടോ, പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. അല്ലല്ല, ദേഷ്യമൊന്നുമില്ല, ദേഷ്യമല്ല ബ്രോ, സന്തോഷം മാത്രമല്ല. ഒരിക്കലും ഇത് ബ്രോ നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ ഒരിക്കലും ദേഷ്യമൊന്നുമില്ല, അത് സ്നേഹം കൊണ്ട് ചെയ്തു പോയതാണ്. കുറച്ച് നേരത്തേക്കൊരു ഇതുണ്ടായിരുന്നു, അത് അപ്പോഴേ തന്നെ മാറി. ഒരു കൂളി, അത് എത്ര ഉണ്ടായിരുന്നു? ദേഷ്യം ഉണ്ടായിരുന്നു.
അല്ല മാറി ഒറ്റ ദിവസം ദേഷ്യം ഉണ്ടായിരുന്നുള്ളൂ. അന്ന് അത് അവൻ കുറച്ച് മെസ്സേജ് കഴിഞ്ഞിട്ട് ഇവൻ കണ്ട് മറുപടി കൊടുത്തു, ഞാൻ കൊടുക്കരുതെന്ന് പറഞ്ഞു. അയ്യോ അവ ഇപ്പൊ ഇത് അല്ല, കാണുന്നുണ്ടായിരിക്കും. തീർച്ചയായും അല്ലല്ല. ഞാൻ ഒന്നും പറഞ്ഞില്ല സീരിയസ് ആയിട്ട്. പിന്നെ ആ ദേഷ്യം മാറി. ആണോ? ആ സ്നേഹം കൊണ്ട് ചെയ്തതാ. ഇപ്പോഴും അത് ഇപ്പോഴും ഓർത്ത് ഇവിടെ അറിവ് പറയണമെങ്കിൽ അനുഭവമായിട്ട് മനസ്സിൽ പോയിട്ടില്ല. ഫേവറേറ്റ് മൊമെന്റിൽ ഒന്നാണ്, അതുകൊണ്ട് പറഞ്ഞതാ. സ്നേഹം കൊണ്ട് ചെയ്തു പോയതാ. ഒറ്റ തവണ ഇറങ്ങിയോളൂ അല്ലേ? ഒരു തവണ അവൻ എറിഞ്ഞോളൂ. ചിലപ്പോ തറ ഇറങ്ങിട്ട് പൊട്ടുന്നുണ്ടല്ലോ, ഇത് ശരീരത്തിൽ ഇറങ്ങിയാ പൊട്ടുവോ എന്ന് നോക്കിയതായിരിക്കും. നോക്കിയതായിരിക്കും. പൊട്ടുകയും ചെയ്തു അല്ലേ? എനിക്ക് ഷെയർ ചെയ്യാനുള്ള അജിൻ എന്തെങ്കിലും ഉണ്ടോ? ശരി, എനിക്ക് അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. എനിക്ക് അങ്ങനെ ഇങ്ങനത്തെ വൈറൽ സാധനങ്ങളൊന്നും ഒന്നും ഉണ്ടായിട്ടില്ല. അതായത് ഇപ്പം നമ്മളെ ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടുമ്പം അത് നിലനിർത്തി കൊണ്ടുപോകണ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മനസ്സിലായില്ലേ? ഇപ്പം പുറത്തിറങ്ങുമ്പം ഇപ്പോൾ വീഡിയോയിലെ ക്യാരക്ടറായിട്ടാണ് നമ്മളെ കൺട്രോളുള്ള. ഇപ്പം ഞാനിപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് പുറത്ത് നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ആലോചിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ നിൽക്കുകയായിരിക്കും. ചിലപ്പോൾ ഞാൻ ആ സമയത്ത് ഞാൻ വയ്ക്കുന്ന മുഖം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ദേഷ്യത്തിലോ അങ്ങനെ എന്തെങ്കിലും മുഖത്തിലേക്ക് ഇങ്ങനെ ഇരിക്കുന്ന. അപ്പം ചിലപ്പം അവർ വരുന്ന വൻ ഹാപ്പിയിലായിരിക്കും. അപ്പം എൻ്റെ ഇതുമായിട്ടൊരു കണക്റ്റ് ആവില്ല. അപ്പോൾ ചിലപ്പോൾ എൻ്റെ ഉണ്ടാകുന്ന നെഗറ്റീവ് അവർക്ക് ഭയങ്കര വിഷമം ഉണ്ടാകും. അതായത് ഇപ്പോൾ എപ്പോഴും എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. അത് ചിലപ്പോൾ ഒരുപാട് പേര് ദിവസം കാണുന്നെങ്കിൽ എനിക്ക് എപ്പോൾ എല്ലാവരും സന്തോഷിപ്പിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റില്ല. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട്. എനിക്ക് അതായത് ഇപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരാളെ വരുമ്പോൾ എനിക്ക് അങ്ങ് നെഗറ്റീവ് ആക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പരമാവധി ഒരുവിധം ക്രൗഡ് ഉണ്ടെങ്കിൽ ഞാൻ മുന്നിൽ പോയി ചാടത്തില്ല. കാര്യം അവർ ഉദ്ദേശിക്കുന്ന മുഖമായിരിക്കില്ല ചിലപ്പോൾ ഞാൻ വെക്കുന്ന. അപ്പോൾ വീഡിയോയുടെ അതേ വൈബിലായിരിക്കും വരുന്ന. അപ്പം അങ്ങനെ ചില നെഗറ്റീവ് അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും മനസ്സ് കൊണ്ട് അറിഞ്ഞോണ്ടല്ല കേട്ടോ. ഓക്കെ. അല്ല, അപ്പൊ ഗേൾ ഫ്രണ്ടിനെയൊക്കെ കൊണ്ട് പുറത്തു പോകാൻ പറ്റുന്നുണ്ടോ? ഓ കുഴപ്പമില്ല. കിട്ടിയാ? അപ്പോൾ അതിന് പ്രശ്നമൊന്നുമില്ല. അതായത് ആള് വളഞ്ഞ വഴി വരുന്നതാണ് കേട്ടോ. നേരെ ചോദിച്ചാൽ മിണ്ടാത്തോണ്ട് തിരിഞ്ഞ വഴി വന്നേ ഒതുക്കി ഇട്ടിട്ടുണ്ട്. ഒതുങ്ങുന്നത് നല്ലതാണ് ശരിക്കും. പക്ഷെ അല്ല, ഈ പബ്ലിക് സ്പേസിലേക്ക് ഇങ്ങനെ ഇറങ്ങുമ്പോഴേ നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പോൾ എല്ലാവരും വന്ന് ഫോട്ടോ എടുക്കുന്നു, ഒരു ഭയങ്കര അതൊക്കെ നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യമാണ്. പക്ഷെ പ്രൈവസി എവിടെ നഷ്ടപ്പെടുന്നത് പോലെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഇതെല്ലാം അവർ സന്തോഷത്തോടെ ചെയ്യുന്നതാണ്. മനസ്സിലായില്ലേ? അത് മനസ്സിലാക്കുക. അതായത് ഇപ്പോൾ എന്നെ ഇഷ്ടം കൊണ്ടായിരിക്കും അവർ ഓടി വരുന്ന. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഒരാളുണ്ടെങ്കിൽ എനിക്കറിയാം ഇപ്പം ഞാൻ വേറെ മാനസികാവസ്ഥയിൽ ഇരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ പോകരുത്. അപ്പം ഫോട്ടോ എടുക്കാൻ വരും, നമ്മൾ ഇഷ്ടം കൊണ്ട് പല കാര്യത്തിന് വരുമെന്ന് ഞാൻ ചിന്തിക്കണം. അപ്പം ഞാൻ അങ്ങോട്ട് പോകില്ല. അല്ലാതെ വരുന്നതൊക്കെ ആണെങ്കിൽ ചിരിച്ച് അല്ല നമ്മളെ രീതിയിൽ തന്നെ. പിന്നെ ഇതിൻ്റെ ഇടയിലുള്ള ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ചിലപ്പം നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ പലതരത്തിലുള്ള മനുഷ്യരായിരിക്കും വരുന്ന. ചിലപ്പോൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാനൊന്നും പറ്റത്തില്ലെങ്കിൽ ചിലപ്പം നമ്മൾ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും. ഞാൻ ഇത്രയും നാൾ ഇങ്ങനെ ഓരോരുത്തരെ ഇങ്ങനെ കണ്ട് വരുമ്പം ചില സ്ഥലം ചിലപ്പോൾ വള്ളി ആൾക്കാരെ എനിക്ക് മനസ്സിലാവും. ചില ആൾക്കാർ കുടിച്ചിട്ടാക്കി നിൽക്കുന്ന. അപ്പോൾ അവൻ കാണിക്കുന്ന സ്നേഹം ഒരു പരിധിക്ക് അപ്പുറം കാണിക്കും. ഒരിക്കൽ എവിടെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയപ്പം ഒരാൾ ഇച്ചിരി കുടിച്ചിട്ടാണ് വന്ന. ആൾ നമ്മളെ വിട്ടില്ല. ആളെ കൂടെ നമ്മൾ കുറച്ചു നേരം ഇങ്ങനെ ഇരുന്ന അവിടെ. ഒന്നില്ലെങ്കിൽ ആൾക്ക് പിടുത്തം മാറണം, അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞ് അങ്ങോട്ട് എന്തെങ്കിലും പറയണം. നമ്മൾ മിണ്ടാതെ ആൾക്ക് മാറുന്നവരെ സംസാരിച്ച് ആൾ ഉമ്മ വയ്ക്കാനൊക്കെ വന്നു തന്നെ. അങ്ങനെ അപ്പോൾ നമ്മൾ ചിരിച്ചിരിച്ച് മാറി വീണ്ടും ആൾ. പക്ഷെ അതായത് ഒരു ഡയലോഗ് തന്നെ ലൂപ്പിൽ ഞാനിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. ആദ്യം ഞാൻ ഇങ്ങനെ വേറെ രീതി കേട്ട് ഇത് തന്നെ വീണ്ടും കറങ്ങി നമ്മുടെ അടുത്ത് വന്ന്. പക്ഷേ ഇതൊക്കെ വരുന്നത് ഇതൊക്കെ ഫണ്ണായിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളൂ. ഇപ്പോഴും ഞാൻ പറയുന്നു, നിങ്ങൾ നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്ന. അതാണ് മെയിൻ കാര്യം. ഈ എന്തൊക്കെ ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത്, അടി എന്ന് പറഞ്ഞ ഡയലോഗ്, പിന്നെ ഹെൽത്തി കുട്ട, ഇത്തരം ഈ ഡയലോഗ്സ് അല്ലെങ്കിൽ വാക്കുകളൊക്കെ എങ്ങനെയാണ് ശരിക്കും കണ്ടെത്തുന്നത് നിങ്ങൾ? മെയിൻ കാര്യം എന്ന് വെച്ചാൽ വൈറലാവാൻ വേണ്ടി ഒന്നും ചെയ്തില്ല. നമ്മളൊരു കാര്യം ചെയ്യുമ്പം അത് അവർ തന്നെ എടുത്തങ്ങ് സെറ്റാക്കും. അപ്പം നമ്മൾ മനസ്സിലാക്കണം, ഓക്കെ അപ്പോൾ ഇവിടെ എന്തോ ഉണ്ട്. പിന്നെ അത് സത്യം പറഞ്ഞാൽ നമ്മളല്ല ഇത് അത് ചെയ്യുന്ന ഇവരാണ്. അതായത് നമ്മളൊരു കാര്യം ഇത് വൈറലാണേ ഇത് കൊണ്ടുപോകണേ എന്ന് നമ്മൾ പറയത്തില്ല. ഇത് അവരതിലൊരു സാധനം നോക്കിയിട്ട് അവരങ്ങ് കൊണ്ടുപോകും. അപ്പം അത് പിന്നെ അല്ല, അറിഞ്ഞൂടെ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇത് കത്താൻ സാധ്യതയുള്ള സാധനമാണ്, ഉറപ്പായിട്ട് ഇത് യൂസ് ചെയ്തോ? അല്ല, അത് കയറിപ്പോയതൊന്നും അങ്ങനെ ചിന്തിച്ചതൊന്നും കയറിപ്പോയിട്ടുമില്ല. കേരളത്തിൽ കത്തിയറിയില്ല നിങ്ങളുടെ ഈ ഒരു സംഭവം തന്നെ എന്തൊക്കെ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് അതുകൊണ്ടാണോ കൂടുതൽ പബ്ലിസിറ്റി? അല്ലെങ്കിൽ ആ ഡയലോഗ് മാത്രമേ പോയുള്ളൂ. വീഡിയോ വേറെ പലതാണ്. അതായത് ഒരു വീഡിയോ മാത്രമല്ല, നമ്മളതിൽ ഓരോ കാറ്റഗറി ആയിട്ടാണ് പോണത്. അതിൽ ആ ഡയലോഗ് ഉള്ളതുകൊണ്ടാണ് ആ വീഡിയോ പിന്നെ പോയി ആൾക്കാർ കണ്ട. വീഡിയോയിലൂടെയല്ല ആ ഡയലോഗ് പോയത്. അല്ലനെ, ഇതിൽ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ ആരാണ് ശരിക്കും? അതായത് ഡിപ്പെൻഡ്സ് ഓൺ സിറ്റുവേഷൻ ആണ്. വാട്ട് ഹാപ്പൻ? ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ സിറ്റുവേഷൻ. I don't know. Actually, ഓരോ സമയത്തെ സിറ്റുവേഷൻ അനുസരിച്ച് ഓരോരുത്തർ സീരിയസ് ആവും. Surprise, Alan. Seriously, Surprise. yeah. I'm also surprised. But this kind of talk is not good. Yeah. I think kind of anger like you, we used to speak like this. Yeah, you know.
Hey, no. Please support me. There is three persons supporting that. Oh, eh? So, ഓക്കെ. okay. Yeah. Please tell. അതെ, Continue. അത്രേ ഉള്ളൂ. Eh? അത് തന്നെ ഡിപ്പെൻസ് ഓൺ അത് നമ്മൾ ഇംഗ്ലീഷ് സിറ്റുവേഷൻ. തർജിമ. അതാ പറഞ്ഞേ, ഓരോ സാഹചര്യം അനുസരിച്ച് നമ്മൾ സീരിയസ് ആവും, തമാശയാവും. ഞാൻ ആശനെ ഒരു 4 days before I called you. That time you phone picked and സംസാരിച്ചു എന്നോട്. വാവ്. Why you dubbing? No Sorry. chorus. Okay. Okay. അപ്പോൾ ആ ടൈമിൽ ഞാൻ സംസാരിച്ച ടൈമിൽ ഹാഷിർ എൻ്റെ അടുത്ത് പറഞ്ഞത് മൂച്ചിൻ്റെ കാര്യം പറഞ്ഞു. അതായത് മൂച്ചുണ്ടെങ്കിൽ ഇന്ന് വീഡിയോ എടുക്കുന്നു. ഞാൻ സ്മൂച്ചിനെ പറ്റിയിട്ട് കേട്ടിട്ടുള്ളൂ എൻ്റെ ജീവിതത്തിൽ. സ്മൂച്ച് മീൻസ് കിസ്. ഓക്കെ, മുത്തുകവ്. ഫസ്റ്റ് ഞാൻ ട്രിവാൻഡ്രത്തുള്ളവർക്ക് മൂച്ച് ഡയലോഗ് അറിയത്തില്ല. മൂച്ച് യു നോ, ഞാൻ സ്മൂച്ച് എന്നാ കേട്ടോ പെട്ടെന്ന്. അപ്പോൾ ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ മൂച്ചുണ്ടെങ്കിൽ എടുക്കും, എന്നല്ലെങ്കിൽ എടുക്കില്ല. അങ്ങനെയാണോ നിങ്ങൾ വന്ന ഉടൻ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് കണ്ടന്റ് പ്ലാൻ ചെയ്യുന്നതാണ്? എങ്ങനെയാണ് സംഭവം? വിനായക് പറഞ്ഞോ എന്ത് സംസാരിക്കാതിരിക്കുന്നത്? വിനായക് പറഞ്ഞോ. അയ്യോ, നീ ഇവിടെ അല്ലായിരുന്നോ? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു അത് എടുക്കാനുള്ളൊരു മൂഡ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ശരിക്കും ഇപ്പൊ ആ ഒരു ചില കണ്ടന്റില് ചില ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് എനർജറ്റിക് ആയിട്ട് നിൽക്കുന്നതായിരിക്കും. ഓക്കെ. അപ്പൊ അതിനുള്ളൊരു അല്ല, നിങ്ങൾ വരുമ്പോൾ നിങ്ങളിൽ പലരും ചിലപ്പോൾ രണ്ടുപേര് മൂച്ച് വിട്ട് നിൽക്കുകയായിരിക്കും. അതായത് ചെയ്യാൻ മൂച്ചേ ഇല്ല. അങ്ങനെയാണെങ്കിൽ അവർ ആ വീഡിയോയിൽ ഇല്ല. ഇല്ല. ഓ നൈസ്. അങ്ങനെ കട്ട് ചെയ്യും അല്ലേ? നീ ഇല്ലാന്ന് പറയുമ്പോൾ അവൻ വീട്ടിൽ പോകും. അതെ, സോ അങ്ങനെയല്ല. ഇപ്പൊ ഞാനിപ്പോ വീഡിയോ എടുക്കാൻ പോയി അല്ലല്ല. എടുക്കുന്ന വീഡിയോയിൽ ഇല്ല. എല്ലാവർക്കും നമ്മൾ 4 പേർക്ക് 4 പേരെ ആവശ്യമാണ്. നമ്മൾ ആരിപ്പം ഇവന് ഞാനുണ്ടെങ്കിൽ ഞാൻ ഇവനും എടുക്കും. ഇപ്പം ഞാൻ ഇല്ലെങ്കിൽ ഇവർ 3 പേരാണെങ്കിൽ അതാണ് ആവശ്യമുള്ള സമയത്ത്. ഇപ്പോൾ കണ്ടന്റ് ഏതാണോ ഉള്ളത്, ഇപ്പോൾ 2 പേരെ കണ്ടന്റ് ആണോ 3 പേരെ കണ്ടന്റ് ആണോ, ഏതാണോ ആവശ്യമുള്ളത്, എത്ര പേരാണ് ആവശ്യമുള്ള ആ കണ്ടന്റ് വെച്ച് വീഡിയോസ് എടുത്തു പോകും. വെയിറ്റിംഗ് ഇല്ല. ഒറ്റ ദിവസം കൊണ്ട് എത്ര കണ്ടന്റ്സ് ഒക്കെ എടുക്കും അജിനെ? നമ്മളെല്ലാവരും വീഡിയോ എടുത്ത ദിവസങ്ങളുണ്ട്. 4 പേരും വീഡിയോ എടുത്ത ദിവസങ്ങളുണ്ട്. 4 പേരും വീഡിയോ എടുത്ത ദിവസങ്ങളുണ്ടെന്ന്. 4 പേര് 4 കണ്ടന്റ് ഒറ്റ ദിവസം ഷൂട്ട് ചെയ്യും. ഉണ്ട്. ഓ, ഒരു റീലായിട്ടല്ല നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്, 4 കണ്ടന്റ് ഷൂട്ട് ചെയ്യും അല്ലേ? യു ഔട്ട് ഗോൺ. അതെ. അതായത് നിങ്ങളെ എല്ലാ പ്രൊഫൈലിലും, അതായത് ഹാഷിന്റെ പ്രൊഫൈലിൽ ഒരു വീഡിയോ എടുക്കും, അലന്റെ പ്രൊഫൈലിന് വേണ്ടി ഒരു വീഡിയോ എടുക്കും. അങ്ങനെ ഒറ്റ ദിവസം എല്ലാവരുടെ പ്രൊഫൈലിന് വേണ്ടിയിട്ട് ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾ അത് കണ്ടന്റ് അനുസരിച്ചായിരിക്കും. ഇപ്പം ഒരു ദിവസം, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ നല്ല ചിരിച്ചും കളിച്ച് നിൽക്കുകയാണെങ്കിൽ നമ്മളിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു പോസിറ്റീവ് സാധനം കിട്ടുമ്പോൾ കുറച്ചും കൂടെ വീഡിയോ ബെറ്റർ ആവും. ഇപ്പോൾ എന്തെങ്കിലും ഒരു വേറെ എന്തെങ്കിലും മൈൻഡിലോ അല്ല നിൽക്കുകയാണെങ്കിൽ വീഡിയോ എടുക്കാൻ നിൽക്കില്ല. കാര്യം ആ വീഡിയോയ്ക്ക് വാല്യൂ ഉണ്ട്, മനസ്സിലായില്ലേ? അടുത്ത വെടിയുണ്ട തയ്യാറാക്കി വയ്ക്കുകയാണ്. അല്ല, നമ്മളെ മറ്റേ സാധനമല്ല ചേട്ടാ. ശരിക്കും ഇവര് ഷൂട്ടിംഗ് ടൈമിൽ അവിടെ വന്നിട്ടൊക്കെ റീലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ചേട്ടാ? എടുക്കും. അപ്പോൾ ചേട്ടൻ കണ്ടന്റ് വല്ലതും കൊടുക്കും? അത് അവരുടെ അവിടെ സ്ക്രിപ്റ്റ് ഇല്ല, അപ്പോഴാണ് കണ്ടന്റ് ഞാൻ കൊടുക്കാം. സ്ക്രിപ്റ്റ് ഇല്ലല്ലേ നിങ്ങൾ? സ്ക്രിപ്റ്റ് നമ്മള് ചെറുതായിട്ട് നമ്മൾ പൂജയ്ക്ക് വെച്ച സ്ക്രിപ്റ്റ് പഴയ പടത്തിന്റെ സ്ക്രിപ്റ്റ് ആയിരുന്നു. പഴയ വാഴയുടെ സ്ക്രിപ്റ്റ് എടുത്ത് വെച്ച് പൂജ ചെയ്തു. ശരിക്കും ചേട്ടാ ഒരു കാര്യം നമുക്ക് അറിഞ്ഞൂടായിരുന്നു. ഒരു കാര്യം പറയട്ടാ. അല്ല, അത് ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ സപ്പോർട്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പടത്തിന്റെ ഇടയിൽ ഞങ്ങൾക്ക് വീഡിയോ ചെയ്യാനുള്ള കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾക്കൊരു ഗ്യാപ്പ് വന്നില്ല. അപ്പം അവിടെ സൈഡിൽ നിന്ന് ഒരു സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് വീഡിയോ എടുത്ത് പോകാനും പറ്റും. അത് വലിയൊരു ഉപയോഗം ആയിരുന്നു. പറഞ്ഞു. അവരുടെ കണ്ടന്റ് അവർ അതിലാണ് വന്നത്. അപ്പം അത് നിർത്തേണ്ട കാര്യമില്ല. ഇനിയിപ്പം ഭാവിയിൽ അവർ തുടരുന്നെങ്കിൽ തുടരട്ടെ എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അവർക്ക് അതിന് സമയമുണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അവരിപ്പോൾ അതിൻ്റെ കണ്ടന്റ് എണ്ണമൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. പറഞ്ഞാൽ അവർ സിനിമയുടെ അവരുടെ ആക്ടിങ് മാറിയിട്ടുണ്ട്. പണ്ടത്തേക്കാൾ ഇപ്പോൾ റീല് കാണുമ്പോഴും കുറച്ച് ക്വാളിറ്റി അവരുടെ ആക്ടിങ്ങിന് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അവരുടെ ഇംപ്രവൈസേഷൻ കാണുമ്പോൾ നമുക്കത് രസമുണ്ട്. എന്നാൽ ഇവരുടെ റീല് കാണാതിരിക്കാനും നമുക്ക് തോന്നുന്നില്ല പലപ്പോഴും. അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്ത് കൊണ്ടുപോകുന്നു തന്നെയാണ് തോന്നുന്നത്. വാഴ 2 നമുക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാം ചേട്ടാ? വാഴ 1 പ്രതീക്ഷ എല്ലാം പ്രതീക്ഷിക്കാൻ തോന്നുന്നു. എല്ലാവരും ഇതുപോലെ എനിക്ക് തോന്നിയത്, നമ്മൾ സിനിമ തുടങ്ങുമ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ എന്താണ് ചെയ്തതെന്ന് നമുക്ക് തന്നെ അറിയാത്തൊരു പോയിന്റിലാണ് തുടങ്ങുന്നത്. കാര്യം ഏപ്രിൽ മെയ്യിലാണ് സ്കൂളിൽ നമുക്ക് പെർമിഷൻ കിട്ടുള്ളൂ ഷൂട്ട് ചെയ്യാൻ. അപ്പം നമ്മളിത് അറിയുന്നത് മാർച്ചിലാണ്. അപ്പം പിന്നെ ഒരു 15 ദിവസം കൊണ്ട് ഷൂട്ട് തുടങ്ങണം. അപ്പം നമ്മൾ പൂജ തുടങ്ങാമെന്ന് വെച്ചിട്ട് പൂജയൊക്കെ ചെയ്തു. അപ്പം ആ സ്കൂൾ ടൈമിൽ നമ്മൾ അന്നുള്ള കണ്ടന്റ് അന്നൊന്ന് എഴുതി പോവുകയാണ് ചെയ്യുന്നത്, ഫസ്റ്റ് ഹാഫ്. അപ്പോൾ നമ്മൾ എന്നിട്ട് അന്ന് രാത്രി സീനുകൾ കാണും. ഇവർ ഷൂട്ടിന് പോകും, ഞാനും എൻ്റെ ടീം ഇരുന്ന് എഴുതും. ഒരു ടീം ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഓരോ ദിവസം കാണുമ്പോൾ ഇവരുടെ ഇംപ്രവൈസേഷൻ കാണുമ്പോൾ പിന്നെയാണ് നമ്മൾ തീരുമാനിച്ച് ഇവരെ ക്യാരക്ടറിന് എന്തൊക്കെ കഥകൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ എഴുതുന്നത് സെക്കൻഡ് ഹാഫൊക്കെ. അപ്പം
ഫസ്റ്റ് ഹാഫിലെയും സീനുകൾ, സ്കൂളിന് പുറത്തുള്ള സീനുകൾ. അപ്പം ഈ 4 പേരുടെയും പെർഫോമൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് ഞാൻ പറഞ്ഞില്ല, അതൊരു റീൽ ചെയ്യുന്ന പിള്ളേരായിട്ടും തോന്നില്ല. നിങ്ങൾ സിനിമ കണ്ടാൽ നിങ്ങൾക്ക് പഴയ വാഴ സിനിമ മറന്നു പോകും. കാര്യം ആ സിനിമയായിട്ട് യാതൊരു ബന്ധവും ഇതിനകത്ത് പലതും ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു സിനിമയുടെ ബാക്കിയാണെന്ന് നിങ്ങൾക്ക് തോന്നില്ല. പുതിയ ആൾക്കാരായിട്ട് നിങ്ങൾക്ക് ഇവരെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഇവരുടെ പെർഫോമൻസ് ഇഷ്ടപ്പെടും, ക്യാരക്ടർ ഇഷ്ടപ്പെടും. അപ്പോൾ എനിക്കത് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. നമ്മൾ കണ്ടിട്ടുള്ള ആഷിറും ടീമും ഭയങ്കര കോമഡി വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതും ഭയങ്കര ഒരു കോമഡി പരമായിട്ടുള്ള രണ്ടും ഉണ്ട്. അതിൻ്റെ ഇമോഷണൽ സൈഡും ഉണ്ട്, കോമഡി സൈഡും ഉണ്ട്. അപ്പം എനിക്ക് ഞാൻ വിചാരിച്ച് ഹാഷിർ മാത്രമായിരിക്കും നമ്മൾ വിചാരിച്ചാലും അതുപോലെ വരുന്ന ഒരാൾ. അലൻ കോമഡിയും ഇവർ സപ്പോർട്ട് ചെയ്യും. ഇങ്ങനെയാണ് നമ്മുടെ പ്ലാൻ ഉണ്ടായിരുന്നത്, നമ്മൾ ആദ്യം വിചാരിച്ചത്. പക്ഷേ സിനിമ മുന്നോട്ട് പോകുമ്പം 4 പേര് ഈക്വലി പെർഫോം ചെയ്യണം. അപ്പോൾ അവരുടെ ഇമോഷണൽ സൈഡ് എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ കരയിപ്പിക്കാൻ പോകുന്ന ആൾക്കാർ ഇതിനകത്തുണ്ട്, ഏറ്റവും കൂടുതൽ ചിരിപ്പിക്കുന്ന ആൾക്കാർ ഇതിനകത്തുണ്ട്, ഏറ്റവും കൂടുതൽ റൊമാൻറ്റിക്കായിട്ട് ബിഹേവ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം 4 പേരും കൂടെ ഒരു പാക്കേജ് നമുക്ക് തന്നു എന്നാണ് പറഞ്ഞത്. ഇവരുടെ പെർഫോമൻസ് അനുസരിച്ച് നമ്മൾ സ്ക്രിപ്റ്റ് മാറ്റി എഴുതിക്കൊണ്ടിരുന്നു. ഇപ്പോൾ നമ്മൾ ആദ്യം ആഷ്, അലൻ അവരായിരിക്കും മുന്നിൽ നിൽക്കുന്ന, മറ്റുള്ള പുറകിട്ട് നിൽക്കുന്നു വിചാരിച്ചിരുന്ന് 4 പേർക്കും ഈക്വൽ സ്പേസിലോട്ട് സിനിമ കൊണ്ടുവന്ന് ഒരു ക്വാളിറ്റി ഓഫ് പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യാൻ നമുക്ക് പറ്റിയത് ഇവരുടെ പെർഫോമൻസ് കണ്ടിട്ടാണ്. അപ്പം അത് സിനിമയുടെ അവസാനമൊക്കെ എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്ക് ഇവരെ ഒരിക്കലും റീൽ ചെയ്യുന്നവരായിട്ട് തോന്നിയിട്ട് ഭയങ്കര ആക്ടേഴ്സായിട്ട് തോന്നി. അതെനിക്ക് ഈ നമ്മുടെ ദേവരാജ് യുറേക്കല്ലേ ആരോ നീ ഇവിടെ ഉണ്ടല്ലേ, ഓക്കെ. അപ്പോൾ ദേവരാജ്, സാബിർ, ശബരി, അപ്പോൾ ഇവരൊക്കെ റീൽ ചെയ്യുന്നവരായിട്ട് എനിക്ക് തോന്നിയില്ല. എല്ലാവരും പെർഫോമൻസ് ആണ്. സിനിമ ഒരു ക്യാരക്ടറിനെ ഹോൾഡ് ചെയ്ത് ഒരു ഫുൾ വലിയ സിനിമ നമുക്ക് തിയേറ്ററിൽ കാണാൻ പറ്റുന്നൊരു ഇമ്പാക്റ്റ് കൊണ്ടുവന്ന ആൾക്കാരെ മാറി. ഇപ്പം നമുക്ക് മറ്റ് സിനിമകളായിരുന്നെങ്കിൽ ജോമോനാണെങ്കിലും സിജു ആണെങ്കിലും ഒക്കെ ഓൾറെഡി സിനിമ ചെയ്തവരാണ്, സാഫൊക്കെ. അപ്പോൾ അവർക്ക് നമുക്ക് പ്രതീക്ഷിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ഇവിടെ ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചില്ല. ഇവർ അതേപോലെ തന്നെ ഇവരത് ഡെലിവറി ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഇവരിനെ തിരിച്ചു കൊണ്ടുപോകാൻ പറ്റുന്നു. ഇവർ മലയാള സിനിമയിൽ സെറ്റായിരിക്കും. ലുക്ക് അറ്റ് ദിസ് റൊമാൻസ്, യാ സോ മച്ച്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഴ 2 നടന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ കേട്ടായിരുന്നു ഒരു അശരീരി വാഴ 3നെ പറ്റിയിട്ട്. അത് വേറൊരു ടീം വരുന്നതായിട്ട് പ്ലാനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തോ, എങ്ങനെയാണ്? ട്രെയിലർ ഇറങ്ങിയിട്ട് തീരുമാനിക്കാം വീണ്ടും. നമ്മൾ അങ്ങനെ ഒരു പ്ലാൻ വെച്ചിട്ട് പോകുന്നത്. ഈ പറഞ്ഞ വാഴ 1 കുറേ കണ്ടന്റ് ബാക്കിയുണ്ടായി, അതെല്ലാം സെക്കൻഡിൽ ഇടാൻ നോക്കി, അതൊന്നും നടന്നില്ല. വാഴ 2 പുതിയ കണ്ടന്റ് ഒന്നും ഇവരുടെ പെർഫോമൻസ് കാരണം അപ്പോൾ വീണ്ടും ഒരു മണിക്കൂർ പെൻഡിങ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ചെറിയ പടം സ്ക്രിപ്റ്റ് എഴുതാനില്ല എന്ന് പറഞ്ഞ് തുടങ്ങിയ സാധനം ഞാൻ ഇവരെ കണ്ടിട്ട് എഴുതി തുടങ്ങിയിട്ട് പടം 3.25 മണിക്കൂർ വരെ എത്തി. അതാണ് ഇപ്പോൾ ലാസ്റ്റ് നിൽക്കുക. അപ്പം നമ്മളിപ്പോൾ ഒരു 2-2.25 മണിക്കൂർ സിനിമ റെഡിയാണ്. അപ്പം കണ്ടന്റ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം ഈ സിനിമയുടെ വിജയം തന്നെയായിരിക്കും അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒറ്റ ലക്ഷ്യമുള്ളൂ, സിനിമ വിജയിക്കുന്ന മാത്രമല്ല എൻ്റെ കൂടെ കുറേ ആൾക്കാർക്ക് സ്പേസ് ഉണ്ടാവുക, കുറേ ആക്ടേഴ്സിന്, ടെക്നീഷ്യൻസിന്, മ്യൂസീഷ്യൻസിന്. അപ്പോൾ ഇതിലും നമ്മളൊരു 6-7 മ്യൂസീഷ്യൻസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതിലും കുറേ ആക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അഡീഷണൽ റൈറ്റേഴ്സ് ഉണ്ട് ഇതിനകത്ത്. എനിക്ക് പുതിയ ഡയറക്ടറാണ് സവിൻസ, എൻ്റെ അസോസിയേറ്റാണ്. ജയ മുതൽ എൻ്റെ കൂടെ ഉള്ള ആളാണ്. പുതിയ ക്യാമറമാനാണ് ലൈലാസിൻ എൻ്റെ കൂടെ. ഈ വാഴ ഞാൻ ആദ്യ ഡ്രാഫ്റ്റ് എഴുതുന്ന സമയത്ത് എൻ്റെ കൂടെ ഉണ്ട്. 2017-18 ടൈം എൻ്റെ കൂടെ ഉള്ള ആളാണ്. അപ്പോൾ ഇവരൊക്കെ ഇൻഡിപെൻഡൻ്റ് ആവുന്നതും എനിക്ക് ഭയങ്കര പ്രൗഡ് ഫീലാണ്. ഇവരെ കൂടെ തന്നെ അവരും ഇൻഡിപെൻഡൻ്റ് ആവുന്നതും. അപ്പോൾ എനിക്കിതൊരു അങ്ങനത്തെ ഒരു മൊമെൻറ്റിലാണ് ഞാൻ ഇത് സിനിമ കാണുന്നത്. അപ്പോൾ ഇത് വർക്കായാൽ എനിക്ക് എന്തായാലും മുന്നോട്ട് ചെയ്യാൻ താല്പര്യമുണ്ട്, ചെയ്യുകയും ചെയ്യും നമ്മൾ. പക്ഷെ ഉടനെ ചെയ്യുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല, നമ്മൾ ചെയ്യും എന്തായാലും. അല്ല, ഒരു വളമാവാൻ പറ്റുമായിരിക്കും എനിക്ക്. അതെ പറ്റും. അതെങ്ങനെയാ മുട്ടേണ്ടേ? നമ്മൾ പോയ രീതിയിൽ പോയത്, വേറെ ആലോചിച്ച് പോകണം. അല്ല, ഞാനെല്ലാവരും തപ്പിപ്പിടിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഇതിൽ അഭിനയിച്ച എല്ലാവരെയും ചെറിയ ക്യാരക്ടർ ചെയ്തവരൊക്കെ നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. നമ്മൾ ഇങ്ങോട്ട് അയച്ചവരെയും നമ്മൾ എടുത്തിട്ടില്ല പലരെയും. നമ്മൾ അങ്ങോട്ട് മുട്ടി ശല്യം ചെയ്യാൻ പാടില്ല. അത് തന്നെയാണ് ശരിക്കും. താങ്ക്സ് ചേട്ടാ, മനസ്സിലായി. പ്രത്യേകിച്ച് മാഹിൻ. ചേട്ടന്റെ പേരെന്തായിരുന്നു? പ്രൊഫൈൽ നെയിം ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ്. അല്ല, എന്നെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ നോക്കാൻ വേണ്ടി. ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടില്ല. ചേട്ടൻ എന്റെ കണ്ടന്റ് വരാറുണ്ടായിരുന്നോ? ഇടയ്ക്ക് പ്രാങ്ക് ഒക്കെ വരാറുണ്ട്. അപ്പൊ എന്താ ചേട്ടൻ ചെയ്യുന്നത്? ഡിസ്ലൈക്ക് ഇല്ലാത്തോണ്ട് ഞാൻ പിന്നെ വിടും. നീ എന്ത് ശരിക്കും അലൻ? വൈ യു ലാഫിംഗ്? സോറി. We all one family. Yeah, we are together. Yeah. You know, ഫസ്റ്റ് വീഡിയോ ചെയ്തപ്പോൾ ഉള്ള റിയാക്ഷൻ വല്ല ഓർമ്മ ഉണ്ട്? അതായത് വീഡിയോ ഇട്ടപ്പോൾ, റീലായിട്ട് ഇട്ടപ്പോൾ ഉള്ള ആ മൊമെന്റിലുള്ള റിയാക്ഷൻസ് വിനായക് വല്ലം? അത് ഞങ്ങളുടെ ആണോ അതോ പുറമേ ഉള്ള ആള്? വേറെ ഇയാളുടെ.
വിനായക നിങ്ങളുടെ ഞങ്ങളുടെ ആ പിന്നെ അവിടെ മോനു ഹായ് സൂം ചെയ്തെടുക്ക കേട്ടോ. ഞങ്ങളുടേത് വളരെ നല്ല റിയാക്ഷൻ ആയിരുന്നു. എന്നുവെച്ചാ നമ്മൾ ഇന്നലെ പ്ലാൻ ചെയ്തതാണ്. അതെ. 1 സെക്കൻഡ് ഉത്തരമില്ല. ഇല്ല അങ്ങനെയല്ല, എനിക്ക് ചോദ്യം മനസ്സിലായില്ല, ഒന്നുകൂടെ ഒന്ന് വ്യക്തമാക്കും. എടാ എങ്ങനെയായിരുന്നു സ്കിപ്പ്, എങ്ങനെയായിരുന്നു ഫസ്റ്റ് വീഡിയോ റിയാക്ഷൻ? ഫസ്റ്റ് വീഡിയോ ചെയ്യുന്നത് ഇത് സ്ഥിരം കേട്ടാൻ തോന്നുന്നു. ഫസ്റ്റ് വീഡിയോ ചെയ്യുന്നത് ഞാൻ പറഞ്ഞേ, അതായത് നേരത്തെ പറഞ്ഞ കഥയുടെ ബാക്കിയാണേ. അങ്ങനെ ഞാൻ വീഡിയോ ചെയ്തപ്പം അജിൻ വേറെ സൈഡിൽ നിന്ന് വേറെ സാധനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം എനിക്ക് അടുത്തറിയായിരുന്നു അജി ഇപ്പോൾ തിരിക്കുമെന്ന് പ്ലേറ്റ്. അപ്പം വിനായക് അജിനായിട്ടും വീഡിയോ വല്ലപ്പോഴും ചെയ്യും, പിന്നെ ഞാൻ എന്തെങ്കിലും ആവശ്യം വിളിക്കും, ഞാൻ അലനെ വിളിക്കും. അങ്ങനെ ഈ നമ്മൾ 4 പേരും ഇങ്ങനെ വീഡിയോ ചെയ്ത് ഒരിക്കൽ പ്ലാൻ അല്ലാതെ ഒരു ആവശ്യത്തിന് 4 പേരും കൂടെ ഒരുമിച്ചൊരു വീഡിയോ ചെയ്തു. അന്ന് നമുക്കറിയില്ലല്ലോ എങ്ങനെയാണ് ഏതാണെന്ന്. അങ്ങനെ നമ്മൾ 4 പേരും കൂടെ വീഡിയോ ചെയ്തു. അങ്ങനെ സ്ഥിരം അങ്ങനെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ പയ്യെ നമുക്ക് മനസ്സിലായി. അങ്ങനെ പിന്നെ നമ്മൾ 4 പേര് മാത്രം വീഡിയോ ചെയ്യാമെന്നുള്ള ഇതായി. പിന്നെ പുറത്തെ അഭിപ്രായങ്ങൾ, അതായത് ആൾക്കാർ കാണുമ്പം നമ്മൾ ചെയ്യുന്നതിന്, അതായത് ഓരോ നമ്മൾ ചിന്തിക്കുന്ന രീതി മാറുമല്ലോ, നേരത്തെ എടുത്ത രീതി മാറി. അങ്ങനെ പയ്യെ നമ്മൾ 4 പേരും കൂടെ ഒരു ടീമായിട്ട് നിന്ന് പോകാമെന്ന് തീരുമാനിച്ചു. ഈ ടീമില്ലായിരുന്നെങ്കിൽ ഹാഷർ അറിയപ്പെടുമായിരുന്നോ? ഇല്ല, ഒരിക്കലും ഇല്ല. അതായത് അതാണ് ഞാൻ പറഞ്ഞ, അത് ചെയ്യാനുള്ള സാധനം കറക്റ്റ് അറിയണം. അതായത് എങ്ങനെയെന്ന് വെച്ചാൽ അതേ മനസ്സ് വേണം. വിളിക്കുമ്പോടാ വരണം, അവർക്ക് തോന്നണം അതാ വരുന്നു, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഇടാ ഇനി ഒരു ആവശ്യമുണ്ട് ഞാൻ ഇന്ന് കാണത്തില്ല എന്ന് നിൽക്കുകയാണെങ്കിൽ അവിടെ ലാഗ് വരും. അതാണ് ചില ആവശ്യങ്ങൾ നമ്മൾ ആരെങ്കിലും വരുന്നെങ്കിൽ നമ്മൾ 3 പേര് വെച്ചോ 2 പേര് വെച്ചോ വീഡിയോ ചെയ്യും. 4 പേര് മാത്രമായിട്ട് കാത്തിരിക്കില്ല. വൈ ഒരു പെൺകുട്ടി പോലും ഇല്ലാത്ത നിങ്ങളുടെ ടീമിൽ? അതെന്തുണ്ടെന്ന് വെച്ചാൽ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്താ? പ്ലീസ്. അതായത് വേണ്ടെന്നോ? ആരോ വേണ്ടെന്ന്? വേണ്ടെന്ന് നിങ്ങൾ മതിയെന്ന് പറഞ്ഞോട്ടെ. അതായതെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പെൺകുട്ടിയെ നമ്മൾ വീഡിയോയിൽ കൊണ്ടുവരികയാണെങ്കിൽ, ഇപ്പോൾ മെയിൻ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, പെൺ സുഹൃത്തുക്കൾ. അവരൊന്നാൽ ഇതുമായിട്ട് ബന്ധമില്ല. അപ്പം അങ്ങനെ കൊണ്ടുവരാനും പറ്റൂല. ഇപ്പം ഞാൻ ഇതിൽ അഭിനയിക്കുന്ന ഒരാളെ അതായത് ഇത് ഒരിക്കലും വേറെ മേഖലയായിട്ട് ബന്ധപ്പെട്ടല്ല, നമ്മളെ കുറച്ച് ചിന്തകളും കാര്യങ്ങളുമാണ്. അതായത് നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ പെട്ടെന്ന് വിളിച്ചാൽ ചിലപ്പോൾ കാണില്ല. ചിലപ്പോൾ നാളെ ഒരു വള്ളിയാണെങ്കിൽ, അതായത് ചിലപ്പം പല രീതിയിൽ അഭിപ്രായ വ്യത്യാസം വരികയാണെങ്കിൽ, മനസ്സിലായില്ലേ എന്താ പറഞ്ഞേ? അഭിപ്രായ വ്യത്യാസങ്ങൾ വരികയാണെങ്കിൽ അതിന് മുന്നേ നിങ്ങളുടെ ഇടയിൽ ഞാൻ ഔട്ട് ആവുന്നുണ്ട്. പക്ഷേ അതല്ല അവിടെ ഞാൻ വേറൊരു പെൺകുട്ടി ഒന്ന് മൈക്ക് എടുത്തപ്പോൾ അല്ലല്ല അവിടെ ശ്രദ്ധിച്ച്, അതായത് ആ കുട്ടി എങ്ങനെയാണെന്ന് അറിയില്ല. ചിലപ്പോൾ വീഡിയോയിൽ വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മളെ ഡീപ്പായിട്ട് അറിയായിരിക്കും. ചിലപ്പോൾ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ അറിയാലോ. ഇപ്പം 4 സുഹൃത്തുക്കൾ കൂടുമ്പോൾ എന്തൊക്കെയാണ് പറയുന്നതെന്നും എന്തിനെയൊക്കെ പറ്റി സംസാരിക്കുമെന്നും ചിന്തിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ പല രീതിയിൽ നമ്മൾ സംസാരിക്കുമായിരിക്കും. ചിലപ്പോൾ അത് നാളെ ചിലപ്പോൾ അത് പ്രശ്നമായിട്ടൊക്കെ വരും. മനസ്സിലായില്ലേ? അതിന് നല്ലത് എനിക്ക് മനസ്സിലായി. കാരണം പെൺകുട്ടികൾ വന്നാൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യില്ല. അതല്ല, പെൺകുട്ടികൾ മാത്രമല്ല, എന്തുകൊണ്ട് വേറൊരാൾ ഇവിടെ വന്നില്ലെന്നുള്ള ചോദ്യമാണ് മെയിൻ. മനസ്സിലായില്ലേ? അത് പെണ്ണോ ആണോ ആയിക്കൊള്ളട്ടെ, ഒരു ആണ് വന്നിട്ടില്ല പെണ്ണ് വന്നിട്ടില്ല, വേറൊരാളെ കൊണ്ടുവന്നില്ലെന്നേ ഉള്ളൂ. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ 4 ആകുമ്പം അത് മനസ്സിലാക്കിയാൽ പൊയ്ക്കോളും. എന്തെങ്കിലും പ്രശ്നം വന്നാലും നമ്മളെ 4 ഇടയിൽ നിൽക്കും. വന്നിട്ടില്ലെന്നല്ല, മെയിനായിട്ട് ഞങ്ങൾ 4 പേര്. പിന്നെ വീഡിയോയ്ക്ക് ആവശ്യം ആവുമ്പോഴത്തേക്കും നമ്മളെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം അതിനാവശ്യമുള്ള ആൾക്കാർ. എന്ത് പറഞ്ഞ് അങ്ങനെ അല്ല കേട്ടോ, ചിലപ്പോൾ നാളെ ആവശ്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും. അങ്ങനെ ഇപ്പം ഇതിലൂടെ ആവശ്യം വന്നിട്ടില്ല, അത്രേ. നിങ്ങൾ ഏറ്റവും കൂടുതൽ കാണുന്ന അങ്ങനെ കണ്ടന്റ്സ് വല്ലതും ആരെങ്കിലും മെയിനായിട്ട് കാണുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സ് വല്ലതും ഉണ്ടോ ഫോളോ ചെയ്യുന്ന? അങ്ങനെ ഞാൻ ഒരു ഇതെല്ലാം മാഹി മച്ചാൻ, ശരിയാ, ഉറക്കെ പറഞ്ഞ എന്താ കേക്ക്? താങ്ക് യു വെരി മച്ച്. അപ്പൊ എന്തായാലും ഈ സെഷൻ ഇനി നിങ്ങളുടെ കയ്യിലാണ് ഗൈസ്. ഇനി നിങ്ങളുടെ ടൈമാണ്. ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് ആക്ച്വലി. യെസ്, ഓൾറൈറ്റ്. അപ്പോൾ വണ്ടർഫുൾ ആയിട്ടുള്ളൊരു സെഷൻ ആയിരുന്നു. അടുത്തത് നമുക്ക് ചോദ്യം ചോദിക്കാം. കൈ പൊക്കി ഒന്ന് എഴുന്നേറ്റാൽ മതി. പിന്നെ പെട്ടെന്ന് ചോദിക്കാൻ നോക്കണേ, ഒരുപാട് ലെങ്തി ആവാതെ. മേക്ക് ഇറ്റ് ഷോർട്ട് ആൻഡ് ക്രിസ്പ്. മൈക്ക് കൊടുക്കും. ഹലോ ഗൈസ്, നിങ്ങൾ 4 പേരുടെയും മുഖം കാണുമ്പോൾ തന്നെ എന്താ തരത്തില്ല മലയാളികൾക്കൊക്കെ ചിരി വരും. അതെന്താണെന്ന് അറിയില്ല. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കാം. അതിനിപ്പം ലാലേട്ടൻ്റെ അല്ല, ആരുടെ പടം ഇറങ്ങിയാലും നല്ല പടമാണെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉറപ്പായിട്ടും ഉണ്ടാവും. അതുകൊണ്ട് പേടിക്കണ്ട. എൻ്റെ ചോദ്യം ഇതാണ്. ഇപ്പം ഞാനും കുട്ടിയും ആ ഭാഗത്ത് നിന്ന് വരുന്ന ആളാണ്. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് സർക്കിളിൽ നടക്കുന്ന കാര്യം ഒരാഴ്ച കഴിയുമ്പോൾ ഹാസ്യൻ്റെ റീലിൽ വരും.
അതെങ്ങനെയാണ് ആ കണ്ടന്റ് നിങ്ങളുടെ ലൈഫിൽ നിന്നുള്ള എക്സ്പീരിയൻസിൽ നിന്നാണോ നിങ്ങളെ കണ്ടന്റ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ കണ്ടന്റ് ഉണ്ടാക്കുന്നത്? അതാണ് എൻ്റെ സംശയം. ഇത്രയും കണ്ടന്റ് ക്ഷാമം ഇല്ലാത്തൊരു കണ്ടന്റ് ക്രിയേറ്റേഴ്സ് നിങ്ങൾ മാത്രമേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അതായത് ബ്രോയുടെ ഇടയിലും ഫ്രണ്ട്സ് അല്ലേ? ആ, എൻ്റെ ഇടയിലും ഫ്രണ്ട്സാണ്. അപ്പം നമ്മൾ നോർമലി സംസാരിക്കുന്ന, അതായത് നമ്മൾ ചെയ്യുന്നതൊക്കെ സ്ഥിരം കാര്യങ്ങളല്ലേ, ചെറിയ ചെറിയ വ്യത്യാസം വരത്തുള്ളൂ. പിന്നെ ഓരോ കൂട്ടുകാരടുത്ത് സംസാരിക്കുമ്പോൾ അവരെ ഓരോ അനുഭവങ്ങൾ അത് പിന്നെ നമ്മുടെ രീതിയിലൊക്കെ മാറ്റി അങ്ങനെയൊക്കെ എടുക്കുന്നതാണ്. ഇപ്പം കണക്ഷൻ കിട്ടാൻ വേണ്ടി ചെയ്യും ബ്രോ ഓരോ കാര്യങ്ങൾ. ഇപ്പോൾ എത്രയെന്ന് പറഞ്ഞാലും നമ്മൾ കോളേജൊക്കെ കഴിഞ്ഞാലും ചിലപ്പോൾ കോളേജിൻ്റെ കുറച്ച് സാധനങ്ങൾ നോക്കും, അങ്ങനെ ഓരോന്നൊക്കെ നോക്കും, അത്രേ ഉള്ളൂ. അതായത് ബ്രോഡ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും നമ്മളിടയിൽ നടക്കുമായിരിക്കും. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമ്മൾ ഒരു കണക്ഷനൊക്കെ തോന്നും. അത് നിങ്ങൾക്കത് വരണമെന്ന് ചിന്തിച്ച് തന്നെയാണ് ചില മാറ്റങ്ങളോടെ ചെയ്യും. അതുപോലെ സംസാരിക്കുമ്പം കേരളത്തിലുള്ള എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വെച്ച് ചില നമ്മളെ നാട്ടിൽ മാത്രം പറയുന്ന ഭാഷകളൊക്കെ മാറ്റും എല്ലാവർക്കും ഇത് കിട്ടാൻ വേണ്ടി. എന്നാലും നമ്മളെ നാട്ടിലെ ഭാഷയാണ് മെയിൻ, അതാണ് മുഖ്യം. എന്നിരുന്നാലും ചില കാര്യങ്ങൾ പ്രധാനപ്പെട്ട് മനസ്സിലാവാൻ വേണ്ടി നമ്മൾ മാറ്റി തിരിച്ചൊക്കെ പറയും. ക്ലിയർ ആയ? അടുത്തത് അല്ല, ഒരു കാര്യം പറഞ്ഞോട്ടെ. അതായത് ഈ അഭിപ്രായം തന്നെയാണ് 4 പേർക്ക്. അതുകൊണ്ടാണ് കേട്ടോ ഒരാളായിട്ട് ഒതുങ്ങി പറയുന്നത്. വേറെ ഒന്നും വിചാരിക്കില്ല കേട്ടോ. ചിലപ്പോൾ മാറി 4 പേരായാലും പറയുമായിരിക്കും, പക്ഷേ ഉത്തരം ഇത് തന്നെയായിരിക്കും. 4 പേർക്കും വേറെ ഉത്തരവൊന്നുമില്ല, ഒരു രീതിയിലാണ് സഞ്ചരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊക്കെ വിഷമിച്ച് ഡിപ്രഷൻ അടിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ വീഡിയോ കാണുമ്പോഴാണ് ഇത്തിരി ജീവിക്കണം എന്നുള്ള ഒരു ചിന്ത വരുന്നത്. താങ്ക് യു സോ മച്ച്. പിന്നെ എനിക്ക് ഡയറക്ടർ വിപിൻ സാറിനോടാണ് ചോദിക്കേണ്ടത്. ഇപ്പം വാഴ ഫസ്റ്റിലാണെങ്കിൽ നമ്മൾ ഫുൾ പാക്കേജ് ഉണ്ടായിരുന്നു, കോമഡി ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ജീവിത സത്യം കുറച്ചുകൂടെ വ്യക്തമായി. അതായത് പണ്ടത്തെ ഒരു സിനിമ ഒരു പാട്ട് കഴിയുമ്പോൾ തന്നെ ആ ലൈഫിൽ സെറ്റായി ലൈഫിൽ പണക്കാരനായി വരുന്ന ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. പക്ഷേ വാഴയിൽ നമ്മൾ ജീവിതം തേഞ്ഞു പോയാലും ഇനിയും നമ്മൾ മൂവ് ഓൺ ചെയ്യണം. ഒരു ജോബിൻ്റെ ഇൻ്റർവ്യൂ കിട്ടിയില്ലെങ്കിലും നമുക്ക് പിന്നെയും ലൈഫ് ഉണ്ട് എന്നുള്ള ചിന്ത അത് പുതിയ തലമുറ ഏറ്റെടുക്കുന്നുണ്ട്. കാരണം നമുക്ക് ഇനിയും ശക്തമായി ജീവിക്കണം എന്നുള്ള ചിന്ത. അപ്പോൾ അത്തരത്തിൽ വാഴ 2ലേക്ക് പോകുമ്പോഴും കോമഡിയോടൊപ്പം തന്നെ അത്തരം ജീവിത സത്യങ്ങൾ അല്ലെങ്കിൽ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു കാര്യം കൂടി ചർച്ച ചെയ്യുന്നുണ്ടോ സിനിമയിൽ? ഉറപ്പായിട്ടുണ്ട്. നമ്മൾ വാഴ 1 വെറുതെ പിള്ളേർ കളി മാത്രമല്ല, ഈ പറഞ്ഞ പാരൻസിൻ്റെ ഇഷ്യൂസ് ഒക്കെ ചർച്ച ചെയ്യണം. അതിലൊരു 30 വയസ്സ് വരെയാണ് നമ്മളതിനകത്ത് കണ്ടിരുന്നത്. അപ്പം ആ 30 വയസ്സിനുള്ളിൽ എന്തൊക്കെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, എന്തൊക്കെ അവർ നിസ്സാരമായിട്ട് എടുക്കുന്നുണ്ട്, എന്തൊക്കെ അവർ സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട്, പാരൻസ് എന്തൊക്കെ സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട്, പാരൻസിൻ്റെ ചിന്തകൾ പിള്ളേരെ എങ്ങനെ ഡൈവേർട്ട് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. 30 വയസ്സുകൾ ഒരു 80s 90s ബിഗിനിങ്ങിലുള്ള ആൾക്കാരുടെ മൈൻഡ് സെറ്റ് വെച്ചിട്ട് ഞാൻ എഴുതിയ സാധനമാണ്. അപ്പോൾ ഇതിലോട്ട് വന്നപ്പോൾ ഇതിൽ എനിക്ക് കുറച്ച് ചലഞ്ച് ഉണ്ടായിരുന്നു. ഇവർക്കെല്ലാം അത്രയും പ്രായമില്ല. അപ്പം ഇവരുടെ ഒരു 22-23 വയസ്സ് വരെ എനിക്ക് മാക്സിമം കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ മൈൻഡ് സെറ്റ് നമുക്ക് പിടിക്കാൻ പറ്റുമ്പോൾ ഇവർക്ക് വലിയ ജീവിത കാര്യങ്ങളൊന്നും പറയാനില്ല. പക്ഷേ ഈ 23 വയസ്സിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന തിരിച്ചറിവുകൾ, നിങ്ങളുടെ പാരൻസിനുണ്ടാകുന്ന തിരിച്ചറിവുകൾ, ഇല്ല പാരൻസിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, തിരിച്ചുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, പിന്നെ ഇതിനകത്തൊരു പ്ലസ് ആഡ് ചെയ്തിട്ടുള്ളത് ടീച്ചേഴ്സാണ്. ടീച്ചേഴ്സ്, നിങ്ങളുടെ സ്റ്റുഡൻസ് കോളേജിലായാലും സ്കൂളിലാണെങ്കിലും നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്ന ടീച്ചേഴ്സ്, പിന്നെ നിങ്ങളും ഈ 22-23 വയസ്സിൽ നിങ്ങൾ പരിചയപ്പെടുന്ന കുറേ മൂത്ത ആൾക്കാരുണ്ട്. ഒരു എബോവ് 30ക്ക് ശേഷമുള്ള ചേട്ടന്മാർ, അമ്മാവന്മാർ എന്നൊക്കെ പറഞ്ഞ് ജോലി സ്ഥലങ്ങളിലും ക്ലാസ് റൂമുകളിലൊക്കെ അവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ്. അപ്പം അങ്ങനെയുള്ളൊരു പാറ്റേണിലാണ് സിനിമ പോകുന്നത്. ജീവിതമായി വളരെ അടുത്ത് നിൽക്കുന്ന തമാശകളുമുണ്ട്, ഒരുപാട് മുഹൂർത്തങ്ങളുണ്ട്. പിന്നെ ഒരുപാട് ഈ വാഴ ഫസ്റ്റ് പോലെ തന്നെ ഒരുപാട് നന്മ വാരി വിതറാൻ നമ്മൾ ശ്രമിച്ചിട്ടില്ല. കാര്യം നമുക്ക് നന്മകൾ അല്ല വേണ്ടത്, നമുക്ക് നല്ല മനസ്സുകളാണ് വേണ്ടതെന്നുള്ളതാണ് നമ്മുടെ വാഴയുടെ ഫസ്റ്റ് കണ്ടന്റ് ആയിരുന്നു. അതായത് ആ സിനിമയിൽ എല്ലാവരും ചോദിച്ചതാണ് ലാസ്റ്റ് വാഴ കൃഷി മുങ്ങിപ്പോയത് എന്തുകൊണ്ട്, അവർക്കൊരു നല്ല എൻഡ് കൊടുക്കേണ്ടായിരുന്നു. പക്ഷേ വാഴകൾ എപ്പോഴും ആണ് ഒരു പ്രിപ്പറേഷൻ ഇല്ലാതെയാണ് അവരെല്ലാം ചെയ്യുന്നത്. ഈവൻ പഠിത്തത്തിലാണെങ്കിൽ എങ്ങനെയാണ്. അപ്പോൾ അവരൊരു കാലത്ത് പെട്ടെന്ന് സക്സസ് ആയെന്ന് പറഞ്ഞാൽ പിന്നെ പഠിച്ചു വന്നവരൊക്കെ മണ്ടന്മാരാണെന്നുള്ളൊരു തോന്നൽ സിനിമയിലൂടെ ആ മെസ്സേജ് വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവർ മണ്ടത്തരം കാണിക്കും, അത് ഫെയിലിയർ ആവും, വീണ്ടും ഒരു അടുത്ത പരിപാടിക്ക് പോകും, ഇവർക്ക് ഒരിക്കലും ടയേർഡ് ആവില്ല എന്നുള്ളൊരു വാഴ പോലെ വീണ്ടും വീണ്ടും കിളിർത്ത് വരുന്നൊരു സാധനം വെച്ചത്. അപ്പോൾ അതിതുപോലെ ഇതിനകത്തും 23 വയസ്സിനകത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റും ആ ഒരു കാറ്റഗറിയിലാണ് ഈ സിനിമ നിൽക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും, എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ടീച്ചേഴ്സിനും ഒക്കെ കണക്ട് ആവുമെന്ന് വിചാരിക്കുന്നു. ഈ പറഞ്ഞ പോലെ ബാഹ്യമായ ഇടപെടലുകൾ ഒന്നും ഉണ്ടായില്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ അത് നിങ്ങൾക്കൊരു കട്ടും കൂടാതെ പലതും കാണാൻ പറ്റുമായിരിക്കും. അപ്പം അതൊരു ഇതുപോലെ ഡിസ്കഷനിൽ വയ്ക്കാൻ പറ്റുന്ന കുറേ സാമൂഹിക ചിന്തകളൊക്കെ അതിനകത്ത്
നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഒന്ന് കണ്ടു നോക്കാം. ഹലോ, എനിക്കൊരു ഫ്രണ്ടുണ്ട്. ഞങ്ങൾ ഡെയിലി ബേസിസിൽ ഉപയോഗിക്കുന്ന ഒരു പോപ്പുലർ ഹാങ് ലൈനാണ് എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഹ്യൂജ് ഫാൻസാണ് ഹാഷദാൻ ടീമിൻ്റെ. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഈ എടാ ഗൊമ്മാലെ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഹാങ് ലൈൻസ് ഒക്കെ ഉണ്ടാക്കുമ്പം അത് പോപ്പുലർ ആവുന്ന അറിഞ്ഞിട്ടാണോ അതോ അതിൻ്റെ ഒരു റൂട്ട് എന്താണ് അതിങ്ങനെ കണ്ടുപിടിക്കുന്നതിൻ്റെ? ഹലോ അപ്പം നേരത്തെ ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ചില്ല. ഓ, അതെ, ഈ ഇങ്ങനെ ഹാങ് ലൈൻസ് ഉണ്ടാക്കൂലേ പോപ്പുലർ, ലൈക്ക് എന്തൊക്കെയാണ് ഈ കൊച്ചു, അതിൻ്റെ റൂട്ട് എന്താണ് അങ്ങനെ ഇങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ അത്? അതായത് നോർമലി നമ്മൾ പറഞ്ഞു പോണ ഡയലോഗാണ്, മനസ്സിലായില്ലേ? ആ ഡയലോഗ് അങ്ങ് കയറി പോണേ, അതിന് വേണ്ടി ചെയ്യുന്നതല്ല. അപ്പം ചില വീഡിയോസിന് വേണ്ടി നമ്മളത് പറയുന്നു. അത് നിങ്ങളാണ് സത്യം പറഞ്ഞാൽ പോപ്പുലർ ആക്കുന്നത്. നമ്മൾ ഇത് പിടിച്ചോ എന്ന് പറഞ്ഞ് നമ്മൾ പിടിക്കാറില്ല. അത് നിങ്ങളത് പറഞ്ഞ് അപ്പം നമുക്ക് കിട്ടും. അപ്പം നമ്മൾ ചെറിയൊരു ബൂസ്റ്റ് കൊടുക്കും, പിന്നെ അത് അതിൻ്റെ വഴിക്ക് അങ്ങ് പോകും. അത്രേ ഉള്ളൂ. എല്ലാം നിങ്ങളാണ് ചെയ്യുന്നത്, നമ്മൾ വീഡിയോ ചെയ്യുന്നത് മാത്രം. ഒരാൾക്കും കൂടെ ചോദിക്കാട്ടാ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അവിടെ നിങ്ങളൊരു തീരുമാനത്തിലെത്തി കഴിഞ്ഞാൽ ഓക്കെ. ഹലോ, സാമൂഹ്യ പ്രശ്നങ്ങളെ കലയിലൂടെ നമ്മൾ കാണിച്ചിട്ടുണ്ടല്ലേ? നിങ്ങളൊക്കെ ഇപ്പോൾ പുതുമുഖ നടന്മാരാണ്. അപ്പോൾ സെൻസർ ബോർഡിൻ്റെ ഇടപെടൽ സിനിമയിൽ എത്തുന്നതിന് നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? വിപിൻ ചേട്ടൻ അല്ല, ഇങ്ങനെയുള്ള ഉത്തരങ്ങൾ വിപിൻ ചേട്ടനായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. അല്ല, അവർ ഇടപെടുമല്ലോ, അതിനാണല്ലോ സെൻസർ ബോർഡ് വെച്ചിരിക്കുന്നത്. അപ്പം ആ ഒരു രാജ്യത്ത് അവരുടെ നിയമത്തിൽ അല്ലെങ്കിൽ അവരുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് എന്ത് കാണിക്കാമെന്ന് അവർ തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അതിനനുസരിച്ചിട്ട് അവർ വച്ചിരിക്കുന്ന ഒരു മാൻഡേറ്ററി പോയിന്റ്സ് വെച്ചിട്ടാണ് നമ്മൾ സിനിമ ചെയ്യേണ്ട. സിനിമയ്ക്ക് മാത്രമേ അതുള്ളൂ, ബാക്കി ഒരിടത്തും ഇല്ല. അപ്പം ഇപ്പം അതൊരു പ്രൊപ്പഗണ്ട സിനിമകളാണെങ്കിലും നോർമൽ സിനിമകളാണെങ്കിലും എല്ലാ രീതിയിലും ഇപ്പോൾ ഒരു അവിയൽ പരിപാടിയാണ് ഞാൻ കാണുന്നത്. അപ്പം ഉറപ്പായിട്ടും എൻ്റെ എല്ലാ സിനിമകളിലും ഈ സെൻസർ ബോർഡുമായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. അവരും ഞാൻ അവർക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് സത്യം. അപ്പം കണ്ടൻറ്റ് നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് പറയാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിനിയും വരും. അതിൻ്റെ ഇടയിൽ നമ്മളത് മല്ലിട്ട് വാങ്ങിച്ചെടുക്കുക എന്നുള്ളത് നമ്മുടെ ജോലിയാണ്. ഒരു പരിധിവരെയൊക്കെ കിട്ടും, ചിലതൊക്കെ കട്ടായി പോകും. ഇനിയിപ്പോൾ കട്ടായി പോവുകയാണെങ്കിൽ ഞാൻ യൂട്യൂബിലിടാം, അപ്പോൾ നിങ്ങൾക്ക് കാണാം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ. അല്ല, വേറെ വഴിയൊന്നുമില്ല. ഇനിയിപ്പോൾ അതിന് സെൻസർ വരികയാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല.